അറിവ് നേടണമെങ്കിൽ വിദ്യാലയത്തിലേക്ക് പോകേണ്ടതുണ്ടോ? വേണ്ട, വേണോ? ഈ മൊബൈല് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ മൊബൈൽ നമ്മളൊക്കെ കയ്യിലുണ്ട്. ഇത് ഏത് ടീച്ചറാണ്, ഏത് മാഷ് അധ്യാപകനാണ് ഇത് നമ്മളെ പഠിപ്പിച്ചത്? ആരാണ്? ഏതൊക്കെ ഒരു അധ്യാപകൻ നമ്മളിത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഇതിന്റെ കോഴ്സ് നമുക്ക് ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഏതെങ്കിലും സ്കൂളിൽ പോയി ഈ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? മൊബൈൽ ഫോൺ എന്ന് പറയുന്ന, സ്മാർട്ട് ഫോൺ എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. പക്ഷേ 30, 40, 50 ഒക്കെ വയസ്സായ നമ്മള്, അല്ലെങ്കിൽ 40ാമത്തെ വയസ്സിലോ 30ാമത്തെ വയസ്സിലോ ഒക്കെയാണ് നമ്മളിത് സ്മാർട്ട് ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടിയതും നമ്മളിത് മുഴുവനായിട്ടും പഠിച്ചു, അല്ലെ? ഇനി പഠിക്കാൻ പ്രത്യേകിച്ച് ഭാഗങ്ങളൊന്നുണ്ടാവില്ല, നമ്മൾ സ്വയം പഠിച്ചതാണ്, ആരും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ സ്വന്തം പഠിക്കാൻ പറ്റും. അതിനെന്താ വേണ്ടത്? സ്വയം വിദ്യ നേടാൻ എന്താ വേണ്ടത്? എന്താ വേണ്ടത്? അതെ, മനസ്സാണ് വേണ്ടത്. പഠിക്കണം, അറിയണം എന്നുള്ള മനസ്സ്. ഈ മനസ്സ് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിരുന്നു. ഇത് പഠിക്കണം. വാട്സാപ്പ് നമ്മളെ ഒരു ടീച്ചറും പഠിപ്പിച്ചിട്ടില്ല. ഫേസ്ബുക്കോ ഇൻസ്റ്റയോ വേറെ എന്തെങ്കിലോ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയാണെന്നോ കോൾ അറ്റൻഡ് ചെയ്യുന്നതോ ഒന്നും നമ്മെ ഒരു അധ്യാപകനും അധ്യാപികയും പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സ്വയം പഠിച്ചു, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കുട്ടികളോട് ചോദിച്ച് പഠിച്ചു. അപ്പൊ മനസ്സാണ് വേണ്ടത്, അല്ലെ? മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത്. സ്കൂളില്ലാതെ നമ്മുടെ കുട്ടി പഠിക്കുന്നില്ല എന്നതാണ്. പഠിക്കാതിരിക്കരുത്. നമുക്ക് ആ കുട്ടിക്ക് ആ മനസ്സുണ്ടാക്കണം. ആദ്യം രക്ഷിതാവിന് ആ മനസ്സുണ്ടാവണം, കുട്ടിക്ക് ആ മനസ്സുണ്ടാക്കണം. സ്കൂൾ എപ്പോഴാണ് തുറക്കുന്നത് എന്നത് നമ്മുടെ വിഷയം അല്ല. കലണ്ടർ എഴുതി വരുന്ന കൈവക്കി, കലണ്ടർ അവര് മാത്രം ശരിയില്ല, സ്വയം ശരിയില്ല. കലണ്ടർ എഴുതി വരും. അത് 365 ദിവസവും നമ്മുടെ വീട്ടിലുണ്ടാവും. നമ്മൾ ഒഴിവാക്കില്ല. ഡിസംബർ 30, 31 വരെ സ്കൂളിന്റെ PTA പ്രസിഡന്റ്, ഈ വിദ്യാലയത്തിന്റെ പ്രധാന അധ്യാപിക, ദീർഘകാലമായി 20 വർഷം ഒരു സ്കൂളിലെ പ്രധാന അധ്യാപികയായിരിക്കുന്നത് വല്ലാത്ത ധൈര്യമാണ്. ആ ധൈര്യത്തിന് കല്യാണത്തിലേക്ക് പ്രത്യേക കൈകാര്യം കൊടുത്തു. ഏറ്റവും പ്രിയമുള്ള രക്ഷിതാക്കളെ, ഇവിടെ ഞാൻ വന്ന് കയറുമ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ ക്ലാസ് ഇനി ഇവിടെ വേണോ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം നിങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകൻ വളരെ രസകരമായി നിങ്ങൾ ഇത്രയും സമയം യാതൊരു മുഷിപ്പമില്ലാതെ പിടിച്ചിരുത്തി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്ന സ്ഥിതിക്ക്, പിന്നെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ബസറയിലേക്ക് ഈത്തപ്പഴം കേൾക്കുന്ന മാതിരിയാണ് ഇപ്പോ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നാണ് തോന്നുന്നത്. ഏതായാലും നമ്മുടെ മക്കളെ വിദ്യാഭ്യാസം ചെയ്യിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളുമായി ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കുന്നില്ല, നമുക്ക് കൂടി പറയാം എന്ന് മാത്രമാണ് പറയാനുള്ളത്.
കാരണം രണ്ട് പേരുടെ മനോഗതി ഒരുപോലെയാണ്. രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളുകളുടെ ഒന്ന് മൈക്ക് പിടിച്ച് ഇതുപോലെ പ്രസംഗിക്കുന്ന ഒരാളുടെ മുന്നിലിരിക്കുന്ന ആളുകളും അതുപോലെ പ്രസവവാടിന്റെ പുറത്ത് കാത്തു നിൽക്കുന്ന ആളുകളുടെയും മനസ്സിൽ ഇത് എത്രയും വേഗം തുറന്നു കിട്ടിയാൽ മതിയെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ തോന്നുന്നു അല്ലേ? അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഈ പ്രസംഗം എത്രയും പെട്ടെന്ന് അവസാനിച്ച് കിട്ടിയാൽ മതിയെന്നാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി സൗകര്യം മൈക്കില്ലാതെ തോന്നുന്നു അല്ലെ? നിങ്ങളൊന്ന് പറയും മൈക്കില്ലാതെ കേൾക്കോ നോക്കില്ലെങ്കിൽ നമുക്ക് മൈക്കാക്കാം, അത്രേ ഉള്ളൂ. അപ്പോ ഞാനീ പറഞ്ഞു ഞാൻ പ്രസംഗിക്കുന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ മാത്രം. നിങ്ങൾ ആരാണ്? ഇന്ന് ഇവിടെ എന്തിനു മറുപടി പറയും. കേൾക്കുന്നില്ല, എവിടെ കേൾക്കുന്നില്ല? നിങ്ങൾ ആരാണ്? പാരൻസ് ആയതുകൊണ്ട് അല്ലെ? അമ്മമാരായതുകൊണ്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പാരൻസ് ആയതുകൊണ്ട് വന്നത്. അപ്പൊ അമ്മേനെയാണോ പാരൻസ്? അതോ വേറെ പാരൻസ് ഉണ്ടാവും? ഒരു കുഞ്ഞിന്റെ അമ്മയാകാനുള്ള ആ കുഞ്ഞിനെ പ്രസവിച്ചാൽ കുഞ്ഞിന്റെ അമ്മയായി. പക്ഷെ കുഞ്ഞിന്റെ പേരന്റാണെങ്കിലോ അങ്ങനെ പറഞ്ഞോളൂ, തുറന്ന് പറയണം. ഒരു കുഞ്ഞിന്റെ പേരന്റ് ആവണമെങ്കിൽ പാരന്റ് എന്നുള്ളത് മലയാളം രക്ഷിതാവ് എന്നാണ്. അറബിയിലാണ് കുറേ മുസ്ലിം സ്ത്രീകളെ നമ്മൾ കാണുന്നത്. കൃത്യമായ അമേരിക്കയില്ല, കൂടുതൽ ഭൂരിപക്ഷം കണ്ടുകൊണ്ട് അറബിയിൽ അതിനെ പറയുന്ന വാക്ക് റബ്ബ് എന്നാണ്. മൂസാ നബിയോട് ഫിർഔൻ ചോദിച്ചിട്ടുണ്ട്. 20-ാമത്തെ സൂറത്ത് 49-ാമത്തെ ആയത്തിൽ ചോദിക്കുന്നുണ്ട്, റബ്ബുക്കുമായ മൂസ. അപ്പൊ മൂസ നബി എനിക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തായാലും പറഞ്ഞ മറുപടി നമ്മൾ അറിയിച്ചോളാം. ആരാണ് നിന്റെ റബ്ബ് മൂസയെന്ന് ചോദിച്ചത്? മറുപടിയില്ലേ? ആരാണ് നിന്റെ റബ്ബ് മൂസ എന്ന് മൂസാ നബിയോട് ഫിർഔൻ എന്ന് പറഞ്ഞ അവിടുത്തെ ഭരണാധികാരി ചോദിച്ചാൽ മൂസാ നബി സ്വാഭാവികമായിട്ടും ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉറക്കം പറയും അല്ലാഹു റബ്ബി അല്ലേ? പക്ഷെ മൂസാ നബി പറഞ്ഞ മറുപടി അതെല്ലാം ഖുർആൻ പറയുന്നത്. മൂസാ നബി പറഞ്ഞ മറുപടി 50-ാമത്തെ ആയത്തിൽ പറയുന്നു, റബ്ബുനല്ലദീ അഅത കിട്ടൂലല്ലോ. ചിലപ്പോ ഒരു 5-ാമത്തെ തലമുറ ബാക്കിൽ പോയാൽ ചോദിച്ചാൽ കിട്ടിയില്ലേ അല്ലേ? എന്റെ വല്യമ്മക്ക് 14 മക്കളുണ്ട്. എന്റെ വല്യമ്മക്ക് 14 മക്കളുണ്ട്. പക്ഷെ ഉമ്മാക്ക് 6 മക്കളുണ്ട്. ഉമ്മാന്റെ മക്കൾക്കൊക്കെ മക്കളില്ലാത്തവരുമാണ് ഇതിന്റെ 2-3 മക്കളുള്ള അതിന്റെ അപ്പുറത്തേക്ക് വരിക. അപ്പൊ ഏതായാലും ഈ രക്ഷിതാവിന് അതിൽ 20-ാമത്തെ കുഞ്ഞിന് 4-ാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ചു. പോളിയോ ബാധിച്ച് 2 കാലിന്റെയും സ്വാധീനം നഷ്ടപ്പെട്ടു. അവസാനം വെറും കസേരയിൽ മാത്രം ഒതുങ്ങി കിടപ്പിലായ ഈ കുഞ്ഞ് ഒരുപാട് കാലത്തെ ചികിത്സകൾക്ക് ശേഷം 9-ാമത്തെ വയസ്സായപ്പോൾ ഒരു വടി കുത്തിയൊക്കെ പിടിച്ചു നിൽക്കാനായി. അങ്ങനെ പിന്നെ വടി കുത്തി നടക്കാൻ തുടങ്ങി. കുഞ്ഞ് 14-ാമത്തെ വയസ്സിൽ തന്റെ അമ്മയോട് പറഞ്ഞു, എനിക്കൊരാഗ്രഹമുണ്ട്, അമ്മ ആഗ്രഹം സാധിപ്പിച്ചു തരും. അപ്പൊ അമ്മ വളരെ കൗതുകത്തോടു കൂടി, കാരണം 22 മക്കളും നല്ല ആരോഗ്യന്മാരാണ്, ഈ ഒരു കുഞ്ഞ് മാത്രമാണ് ഇങ്ങനെ അംഗവൈകല്യം സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കുഞ്ഞിന്റെ ആഗ്രഹം എന്താണെന്ന് അറിയാൻ വളരെ കൗതുകത്തോടു കൂടി ചോദിച്ചു. ഈ കുഞ്ഞ് പറഞ്ഞ മറുപടി, എനിക്ക് ലോകത്തിലെ ഏറ്റവും വേഗതയിലെ ഓട്ടക്കാരിയായി മാറി. ആരാ പറഞ്ഞത്? പോളിയോ ബാധിച്ച് 2 കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ട് മര്യാദക്ക് നടക്കാൻ പോലും കഴിയാത്തൊരു കുഞ്ഞാണ് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഓട്ടക്കാരിയാണെങ്കിൽ എവിടെ ഓടേണ്ടത്? ഒക്കെ പറയും, കേൾക്കുന്നില്ല. ആ ഒളിമ്പിക്സിലാണ്. എന്തത്ര മടി പറയാന്? ഒളിമ്പിക്സിലാണ് ഓടേണ്ടത്. പക്ഷെ ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ അതിന്റെ മുമ്പ് ഒരുപാട് റൗണ്ട് മത്സരങ്ങൾ വേറെ നടക്കണം. നമ്മളാണെങ്കിൽ ആ കുഞ്ഞിനോട് എന്ത് പറയും?
നമ്മളൊരു കുഞ്ഞാണ് ഇങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനോട് നിങ്ങളൊക്കെ മാതാക്കളാണല്ലോ രക്ഷിതാക്കളാണല്ലോ എന്ത് മറുപടിയാണ്? ആലോചിച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ പറയുന്ന ഒരു മറുപടി, ഇനിയും ഒരു ഉമ്മ വളർത്തിയതാണ്, നിങ്ങളെയും ഓരോ ഉമ്മമാരെ വളർത്തിയതാണ് അല്ലെ. നല്ല നിനക്ക് പറയും മോളെ എന്റെ കാലിന് സ്വാധീനമില്ലാത്താണ്, അത് എനിക്ക് നടക്കാൻ പറ്റാത്തില്ല, സാധിക്കാൻ കഴിയാത്തൊരു ആഗ്രഹമാണ്, അതുകൊണ്ട് നീ അത് ഒഴിവാക്കി വേറെ വല്ലതും ചോദിച്ചോളൂ അല്ലെ. പിന്നെയും വാശിപ്പിക്കുകയാണെങ്കിലോ നടക്കാൻ പറ്റിയിട്ടാണ് ചോറാണ് വലിയക്ക് നടക്കാൻ കഴിഞ്ഞ 22 ഇവിടെ വേറുണ്ട് അല്ലെ. വലിയക്ക് നടക്കാൻ കഴിഞ്ഞ 22 ഇവിടെ വേറുണ്ട്. ഓർക്കില്ലാത്തൊരു ഒടുക്കത്തെ ആഗ്രഹമാണ് എന്റെ ആഗ്രഹം ആണോ അല്ലേ? ആണ്. പക്ഷെ ഈ കുഞ്ഞിന്റെ അമ്മ അങ്ങനെയല്ല പറഞ്ഞത്, നമുക്ക് പരിശ്രമിക്കാം എന്ന് പറഞ്ഞ് നിരന്തരമായ പരിശ്രമം വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ട് പിന്നെ പരിശീലിപ്പിച്ച് ചികിത്സിച്ച് ആ കുഞ്ഞിനെ 1960 റോ ഒളിമ്പിക്സിലെ മത്സരത്തിന് പ്രാപ്തിയാക്കി യോഗ്യയാക്കി മാറ്റി. ആ മത്സരത്തിൽ പങ്കെടുത്ത് 200 മീറ്റർ ഓട്ടത്തിലും 100 മീറ്റർ ഓട്ട മത്സരത്തിലും ഗോൾഡ് മെഡൽ നേടി. നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് ആ കുഞ്ഞിന്റെ ചരിത്രം സൈഡിലേക്ക് വെച്ചിട്ട്. വിൽമ റോഡോൾഫ് എന്ന കുഞ്ഞിന്റെ പേര് നിങ്ങൾക്ക് യൂട്യൂബിലോ ഗൂഗിളിലോ അടിച്ചു നോക്കിയാൽ കാണാൻ കഴിയും. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഈ കുഞ്ഞിനെ ഇവിടേക്ക് പ്രാപ്തിയാക്കി മാറ്റിയത് ആരാണ്? ആ രക്ഷിതാ അമ്മ. അപ്പോഴാണ് അമ്മ രക്ഷിതാവിലേക്ക്, ഒരമ്മ രക്ഷിതാവിലേക്ക് മാറിയത് അപ്പോഴാണ്. മറ്റൊരു കഥ, പഠിക്കാൻ മോശമായതിന്റെ പേരിൽ ഒരു മകനെ സ്കൂളിൽ നിന്ന് ഇവൻ മന്ദബുദ്ധിയാണ്, ഇവനെ സ്കൂളിലേക്ക് പറഞ്ഞയക്കണ്ട എന്ന് അമ്മയെ വിളിച്ച് ആ സ്കൂളിന്റെ ഉത്തരവാദപ്പെട്ട ഹെഡ് ടീച്ചർ പറയുകയാണ്. ഈ കുട്ടി അങ്ങനെ സ്കൂളിൽ പഠിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് 100% റിസൾട്ട് കിട്ടുന്ന ഒരു സ്കൂളാണത്. ഈ കുഞ്ഞ് പരാജയപ്പെടും, ഞങ്ങളുടെ 100% റിസൾട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ഈ കുഞ്ഞിനെ ഈ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകണം. ആ അമ്മ സങ്കടത്തോടു കൂടി കുഞ്ഞിനെ അവിടുന്ന് TC വാങ്ങിച്ചു പോന്നു, മറ്റൊരു സ്കൂളിൽ കൊണ്ടുവച്ചു. 1 മാസം കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്നും അതേ കിട്ടിയത്. 3ാമതൊരു സ്കൂളിൽ നിന്നും ഇതേ അനുഭവം ഉണ്ടായി. ആ കുഞ്ഞിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു 4ാമതൊരു സ്കൂളിൽ. 4ാമത്തെ സ്കൂളിൽ നിന്ന് കുഞ്ഞിനെ ഇതുപോലെ അമ്മയെ വിളിച്ചു വെച്ച് തിരിച്ചാക്കില്ല. പകരം കുഞ്ഞിന്റെ അടുത്ത് ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ ഒരു എഴുത്ത് എഴുതി കൊടുത്തു, ഞങ്ങളുടെ റിസൾട്ടിനെ ബാധിക്കുന്ന കുഞ്ഞായതുകൊണ്ട് ഈ കുഞ്ഞിനെ ഇവിടെ പരീക്ഷയ്ക്ക് ഇരുത്താൻ പറ്റില്ല, അതുകൊണ്ട് ഇവനെ നാളെ മുതൽ സ്കൂളിലേക്ക് അയക്കണ്ട എന്ന് പറഞ്ഞ് ഒരു എഴുത്താണ് ഈ കുഞ്ഞിന്റെ കയ്യിൽ അമ്മ കൊടുത്തത്. അമ്മ ഈ എഴുത്ത് വാങ്ങി ആദ്യം അല്പം സങ്കടത്തോട് കൂടിയത്. അപ്പോഴാണ് കുഞ്ഞു ചോദിച്ചത്, എന്താണ് അമ്മ എഴുതുന്നത്? പിന്നെ കുഞ്ഞിന് വായിക്കാനാണ്, കുഞ്ഞു പെട്ടെന്നാണ്, മന്ദബുദ്ധിയാണ്. ആ അമ്മ പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇത്രയും ബുദ്ധിമാനായ എന്റെ മകനെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ഈ സ്കൂളുകളിലൊന്നുമില്ല. ഇന്നത്തെ സ്കൂളുകളിലൊന്നും ഇത്രയും ബുദ്ധിമാനായ നിന്നെ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരില്ല. അതുകൊണ്ട് മോൻ ഇനി സ്കൂളിൽ പോകണ്ട, മോനെ അമ്മ പഠിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ഏറ്റെടുത്ത് ആ അമ്മ കുഞ്ഞിനെ വളർത്തി വേണ്ട ഉപദേശങ്ങൾ നൽകി വിദ്യാഭ്യാസം നൽകി മുന്നോട്ട് പോയി. പിന്നീട് ലോകം അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി മാറി. ആർക്കെങ്കിലും പേരറിയോ? ആർക്കെങ്കിലും പേരറിയോ? പറഞ്ഞോളൂ. അല്ല, ഐൻസ്റ്റീൻ. ഇങ്ങനെ മറുപടി വന്നോണ്ട് കുഴപ്പമില്ല. തോമസ് ആൽവ എഡിസൺ. ഒരു കയ്യടി കൊടുക്കി. ആരാണ്? തോമസ് ആൽവ എഡിസൺ. തോമസ് ആൽവ എഡിസൺ എന്ന് പറയുന്ന ആ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനെ ഈ ലോകത്തിന് സമ്മാനിച്ചത് ആരാ? ആ അമ്മ. അപ്പോൾ അമ്മ രക്ഷിതാവായി മാറി. നമ്മൾ ആലോചിക്കാം, നമ്മുടെ മക്കൾക്ക് ഇതുപോലെ രക്ഷിതാവ് നമ്മൾ ഇതുവരെ ആയിട്ടുണ്ടോ? ഉണ്ടോ? നോക്കണം. ശരി, ഞാൻ 1-2 കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ പേനയും കാര്യമൊക്കെ ഉണ്ടല്ലോ, അതിലൊന്നും എഴുതാം. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്?
അതിൽ എത്രാമത്തെ കുഞ്ഞിന്റെ രക്ഷിതാവായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്? ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ആരാക്കണം? ഈ കുഞ്ഞിനെ നിങ്ങൾക്ക് ആരാക്കണം? ഒരാഗ്രഹം ഉണ്ടാവുമല്ലോ. ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടെത്തിയ കഴിവുകൾ എന്തൊക്കെ? ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടെത്തിയ കഴിവുകൾ, ഓരോ കുഞ്ഞുങ്ങൾക്കും ഓരോ കഴിവുകളുണ്ടാവും. ശരി, അപ്പൊ നോക്കാം. അപ്പൊ ഈ കുഞ്ഞിനെ കുറിച്ച് നമുക്കുള്ള ഏകദേശം ധാരണയായി അല്ലേ? അല്ലേ? ശരി, കുഞ്ഞിനെ ആരാക്കണമെന്നാണ് നിങ്ങൾ ആഗ്രഹിച്ചത്? ഈ ചേച്ചി പറയും. ഡോക്ടറാക്കണം. ശരിയാണ്. ഇതേ അഭിപ്രായമുള്ള വേറെ ആളുകളുടെ കൈവക്കാം. കുഞ്ഞിനെ ഡോക്ടറാക്കണം എന്നുള്ള ആഗ്രഹം. ശരി, കുറച്ച് ആളുകളുണ്ട്. ഈ കുഞ്ഞിനെ നിങ്ങൾ എന്താ? ഒരു ടീച്ചറാക്കണം. എന്റെയും കല്യാണ ടീച്ചറുടെയുമായി ഒരു സ്കൂളിൽ മാത്രം മുന്നിൽ നിൽക്കുന്ന ടീച്ചറല്ല, ലോകം അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമിനെ പോലുള്ള ഒരു മികച്ച അധ്യാപകനാക്കി മാറ്റണം ഈ കുഞ്ഞിനെ എന്നാണ് ഈ അമ്മയുടെ ആഗ്രഹം. അതുപോലെ ആഗ്രഹം പറയാനുണ്ടോ? യെസ്, വേറെ വേറെ വ്യത്യസ്തമായ രണ്ടെണ്ണം കിട്ടി. ഡോക്ടറെ, ടീച്ചർ, സ്പോർട്സ്മാൻ ആക്കണം. ആരെ പോലെയല്ലേ? റോൾ മോഡലുണ്ടോ? ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഒരു ഒളിമ്പ്യനാക്കി മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആഗ്രഹം മാറ്റിയുണ്ടോ? ഉണ്ടോ? ശരി, ഇനി വേറെ വ്യത്യസ്തമായ അഭിപ്രായം. IPS, പോലീസ് ഓഫീസറായിട്ട്. യെസ്, രാഷ്ട്ര സേവനത്തിന് വേണ്ടി അല്ലെ? IPS. അങ്ങനെ കുറെ വ്യത്യസ്തമായ അഭിപ്രായം നോക്കി. എന്റെ ചോദ്യം, ഈ ഒരു ലക്ഷ്യം നമ്മൾ മനസ്സിൽ കാണുമ്പോൾ അതിനുള്ള കപ്പാസിറ്റി, അതിനുള്ള കഴിവ് നിങ്ങളുടെ കുഞ്ഞുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. ഡോക്ടറാക്കണമെന്ന് ചേച്ചി പറഞ്ഞു. ആ കുട്ടിക്ക് അതിനുള്ള താല്പര്യമുണ്ടോ? അവന്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണോ? ഒളിമ്പ്യനാക്കി മാറ്റണം, ഒളിമ്പിക്സിലേക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു ലക്ഷ്യം അവനുണ്ടോ? ഉണ്ടാവണം അല്ലെ? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഭക്തൻ കുത്തിയാൽ കുമ്പളം മുളക്കോ? ഇല്ലല്ലോ, അത് മത്തം തന്നെ മുളക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞിന്റെ കഴിവ് എന്താണോ നോക്കിയിട്ട് ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിള നമ്മൾ പ്രതീക്ഷിക്കാവൂ, മാവിൽ നിന്ന് മാങ്ങയെ പ്രതീക്ഷിക്കാവൂ. നമ്മുടെ കുഞ്ഞിൽ നിന്ന് ആ കുഞ്ഞിന്റെ കഴിവനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. അതിലപ്പുറമുള്ള ഒരു സംഗതിയും അവരിൽ നമ്മൾ പ്രതീക്ഷിക്കാനും പാടില്ല, അടിച്ചേൽപ്പിക്കാനും പാടില്ല. അപ്പൊ കുഞ്ഞുങ്ങളുടെ കഴിവിനനുസരിച്ച് അവരോട് നമ്മൾ പറയാൻ പാടുള്ളൂ. നമ്മൾ നോക്കാം. നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് രാവിലെ ചായക്ക് വ്യത്യസ്തമായ കടികൾ ഉണ്ടാക്കിയിട്ടേ അല്ലെ? എന്തെങ്കിലും കടി ഉണ്ടാക്കിയത്? ഇഡ്ഡലി അല്ലെ? അരിപ്പൊടി ഉപയോഗിച്ചിട്ടുണ്ടാക്കിയത്. പച്ച അരിയുടെ പൊടിയല്ലേ? അരിയുടെ പൊടിയല്ലേ ഉപയോഗിച്ചത്? യെസ്. വേറെ ദോശ, അതിനും അരിയുടെ പൊടിയല്ലേ? ചപ്പാത്തി ഗോതമ്പിന്റെ പൊടി. വേറെ പത്തിരി അരിയുടെ പൊടിയല്ലേ? പറഞ്ഞോണ്ട് ഒന്നും തിന്നലില്ലേ? എന്നാ പറഞ്ഞോളേ. പുട്ട് അരിയുടെ പൊടി തിന്നില്ലേ? യെസ്. പിന്നെ നോക്കാം, ഒരു അരിയുടെ പൊടി ഉപയോഗിച്ച് നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. എന്റെ ചോദ്യം, ഈ എല്ലാ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ മാവ് തയ്യാറാക്കുന്നത് ഒരുപോലെയാണ്? അല്ല. ഒരേ അരിയുടെ പൊടി എടുത്തിട്ടാണ് നമ്മൾ ഈ ദോശ ഉണ്ടാക്കാനും ഇഡ്ഡലി ഉണ്ടാക്കാനും നൂൽപുട്ടുണ്ടാക്കാനും പത്തിരി ഉണ്ടാക്കാനും ആ മാവ് വ്യത്യസ്ത രൂപത്തിൽ നമ്മൾ പാകപ്പെടുത്തിയെടുക്കുന്നത്.
അത് എങ്ങനെ പാകപ്പെടുത്തുന്ന കൃത്യമായ അറിവ് പാചകക്കലയിൽ അമിതമായ വൈദഗ്ധ്യം തെളിയിക്കുന്ന എല്ലാ അമ്മമാർക്കും അറിയാം. അറിയല്ലോ ഇല്ലേ? ഇതുപോലെയാണ് നമ്മുടെ കയ്യിലുള്ള മക്കളെ. അവര് ചെറിയ പ്രായത്തിലുള്ള മക്കളെയാണ്. അവരെ നമ്മൾ ഏത് രൂപത്തിൽ പരുവപ്പെടുത്തി മാറ്റിയെടുക്കുന്നോ അതിനനുസരിച്ച് അവര് വളർന്നു വരും. ഒരേ അരിയുടെ പൊടിയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരേ അമ്മയുടെ മക്കളിൽ നിന്ന് ഇതുപോലെ നമുക്ക് എഞ്ചിനീയറും ഡോക്ടറും സയന്റിസ്റ്റും അധ്യാപകരും ബിസിനസ്മാനും കോൺട്രാക്ടറും പൊളിറ്റീഷ്യനും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പക്ഷെ അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്ത് ആ രൂപത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ കഴിയണം. എന്റെ അടുത്ത ചോദ്യം, എന്റെ കുഞ്ഞ് എന്നെ പോലെയായാൽ മതി എന്നാഗ്രഹിക്കുന്ന അമ്മമാരെന്ന് കൈവക്കുക. എന്റെ കുഞ്ഞ് എന്നെ പോലെ ആയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന അമ്മമാരെന്ന് കൈവക്കുക. നമ്മളെ പോലെ ആയാൽ പോരാ. മതിയോ? മതിയോ? നമ്മളെ പോലെ ആയാൽ പോരാ. നമ്മളെക്കാളും എത്രയോ ഉയർന്നവരായി മാറണം അല്ലെ? ആ ഉയരത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയാണ് രാപ്പകലില്ലാതെ നമ്മളും നമ്മുടെ ഭർത്താവും കഷ്ടപ്പെടുന്നതും അധ്വാനിക്കുന്നതും അല്ലെ? നിങ്ങളോട് ചോദിച്ചാൽ ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്? ഒക്കെ പറയും, മക്കൾക്ക് വേണ്ടി. നിങ്ങളുടെ അച്ഛനും അമ്മയാരും എന്നെ പറഞ്ഞു വന്ന അക്കാലത്ത് മക്കൾക്ക് വേണ്ടി. അപ്പൊ ഇപ്പൊ അച്ഛനും അമ്മക്കും വേണ്ടി ആരാ ജീവിക്കുന്നത്? ഇപ്പോൾ അച്ഛനും അമ്മക്കും വേണ്ടി ആരാ ജീവിക്കുന്നത്? നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണ്. നമ്മുടെ അച്ഛനും അമ്മക്കും വേണ്ടി ആരാ ജീവിക്കുന്നത്? നമ്മൾ തന്നെ. നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ. അപ്പൊ നമ്മള് മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾ ഈ പ്രായത്തിലെത്തി നിൽക്കുമ്പോൾ അവർ അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് നമുക്ക് വേണ്ടി ജീവിക്കാൻ ആളില്ലാതായി മാറുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ അവിടെയാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഇങ്ങനെയുള്ള തിരിച്ചുള്ള ഒരു ബോധം കൂടി ഉണ്ടാവേണ്ട രൂപത്തിലേക്ക് മക്കളെ വളർത്തിക്കൊണ്ടുവരണം. മക്കൾക്ക് വെറും ഭൗതിക വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ, അതിന്റെ കൂടെ ധാർമ്മിക മൂല്യങ്ങൾ കൂടി നന്നായി കൊടുത്തെങ്കിലേ അവർ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുഞ്ഞുങ്ങളെ 2 വയസ്സാകുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിക്കും. അവരെ എന്താക്കണമെന്ന് നിങ്ങളൊന്ന് പറയും, ഞാൻ അതാക്കിത്തരാം. 2 വയസ്സിന് മുമ്പാണ്, 1000 ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു കുഞ്ഞ് എന്താവണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. നമ്മളെന്താ തീരുമാനിക്കല്? 10ാം ക്ലാസ് കഴിഞ്ഞിട്ടില്ലേ? അല്ലേ? നമ്മളെന്താ തീരുമാനിക്കല്? ഞാനും കല്യാണം ടീച്ചറൊക്കെ തീരുമാനിച്ചു 10ാം ക്ലാസ് കഴിഞ്ഞാലേ എന്താവണം തീരുമാനിച്ചു. അതും പ്രീതി ചെയ്യാൻ അല്ലേ? അല്ലേ? ഞങ്ങൾ അങ്ങനെ തീരുമാനിച്ചത് 10ാം ക്ലാസ് കഴിഞ്ഞു പറയും. നമ്മളെന്താ തീരുമാനിക്കല്? നമ്മുടെ കുഞ്ഞ് എന്താവണം, എങ്ങനെയാവണം എന്ന് എപ്പോഴാണ് തീരുമാനിക്കല്? ഉറക്കെ പറയൂ. ഒക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ശേഷം ആ കുട്ടിയുടെ കഴിവുകൾ പുറത്തെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ശ്രമിക്കേണ്ടത് 2 വയസ്സിന് മുമ്പാണ്. അപ്പൊ 2 വയസ്സിന് മുമ്പ് ഒരു കുഞ്ഞ് നടക്കാൻ തുടങ്ങും. ആ നടക്കാൻ തുടങ്ങുമ്പോൾ അവൻ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ എന്താ പറയാ, തൊട്ടൊക്കെ ഉണ്ടുന്ന ആണോ അല്ലേ? പറയും, കുഞ്ഞ് നടക്കാൻ തുടങ്ങുമ്പോ നടക്കുന്നതാണ് അവനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെന്ന് പറയും അല്ലെ? ഇനി ഒരു കുഞ്ഞ് 2-2.5 വയസ്സ് കഴിഞ്ഞ് അവരൊന്ന് കുത്തിപ്പിടിച്ച് കാണാൻ വേണ്ടി നിൽക്കുകയാണെങ്കിലോ അല്ലെ? നമ്മൾ പിടിച്ചിറക്കി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ അല്ലെ? ആ കുഞ്ഞിന്റെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന് ഉയരങ്ങളിലേക്ക് കയറി പോകണം. നമ്മൾ പിടിച്ച് താഴോട്ട് പിടിക്കുകയാണ് അല്ലെ? ഞാൻ പറയുന്നത് മനസ്സിലാകുന്നു ഉണ്ടോ? അപ്പൊ ആ കുഞ്ഞ് കയറുമ്പോൾ എന്താവുന്നത്, വീഴാതെ ശ്രദ്ധിക്കണം. നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൂടെ കൊടുക്കണം. ആ രൂപത്തിൽ മുന്നോട്ട് പോയി നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇനി നമ്മളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങളായിരിക്കും. ഒരു കുഞ്ഞിന് ചെറുപ്പത്തിൽ നമ്മൾ വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടങ്ങൾ വളർന്ന് കിടന്ന് അല്ലെങ്കിൽ കമിഴ്ന്ന് കിടക്കുന്ന കാലത്ത് കുഞ്ഞിനെ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കാൻ ഒച്ച ഉണ്ടാകുന്ന എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കും. അടുത്ത കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ അവിടെ കേൾക്കുന്നു, ഇവിടേക്ക് കേൾക്കുന്നില്ലേ? ഉണ്ടോ? എന്ത് കളിപ്പാട്ടാണ് നമ്മൾ വാങ്ങിച്ചു കൊടുക്കാറുള്ളത്? പറയാം. ആൺകുട്ടിയാണെങ്കിൽ ഒരു JCB വാങ്ങിച്ചു കൊടുക്കും അല്ലേ? പറഞ്ഞോളൂ. പിന്നെ നിങ്ങൾ പറയേ.
രണ്ടാമത് ആൺകുട്ടിയാണെങ്കിൽ ഒരു തോക്ക് വാങ്ങിച്ചു കൊടുക്കും, അല്ലെ? ബോൾ വാങ്ങിച്ചു കൊടുക്കും. അത് പിന്നെ ഓക്കെ. JCB ഈ പ്രകൃതിയുടെ നിലനിൽപ്പിനെ ചൂഷണം ചെയ്യുന്ന, മാറ്റിമറിക്കുന്ന ഒരു നശീകരണ ഉപകരണമാണ്. കുഞ്ഞിന്റെ മൈൻഡിലേക്ക് നമ്മൾ ആദ്യം കൊടുത്ത സന്ദേശം എന്താണ്? എന്നാ JCB കയ്യിൽ വെച്ചോ, ഭൂമിയൊക്കെ മാറ്റിപ്പൊടിച്ച് കേടുവരുത്തിക്കും, അല്ലെ? രണ്ടാമത് കൊടുത്ത സാധനം തോക്കാണ്, അല്ലെ? ആദ്യം ബാപ്പാന്റെ നെഞ്ചത്തേക്ക് ചൂണ്ടിക്കണം, ഒന്ന് പറയുന്നത്, അല്ലെ? എന്നാൽ കേരളത്തിലെ ദിശനാശാലിയായ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ഒരുപാട് കാലം കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് അദ്ദേഹം തന്റെ കുഞ്ഞിന് 1.5 വയസ്സായിരിക്കുമ്പോൾ വാങ്ങിക്കൊടുത്ത കളിക്കോപ്പ്, ഏകദേശം 57 വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിക്കൊടുത്ത കളിക്കോപ്പ് സ്റ്റെതസ്കോപ്പാണ്. എന്താ കൊടുത്തത്? സ്റ്റെതസ്കോപ്പ്. ഭാഗ്യവശാൽ ആ കുഞ്ഞ് പഠിച്ച് ഡോക്ടറായി. പക്ഷെ ഇന്ന് വരെ ആ പണി മുമ്പിലെടുത്തിട്ടില്ല. ഡോക്ടർ പണിയെടുത്തിട്ടില്ല. ഞാൻ MK മുനീറിനെ കുറിച്ചാണ് പറഞ്ഞത്. കേട്ടില്ല? MK മുനീറിനെ കേട്ടില്ലേ? ഡോക്ടർ MK മുനീറിനാണ്. മൂപ്പര് പണി മന്ത്രിപ്പണിയാണ്, ഡോക്ടർ പണിയില്ല. അപ്പൊ ഏതായാലും കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അവരുടെ ഭാവി കൂടി രൂപപ്പെടുത്താൻ പറ്റുന്ന രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങളായിരിക്കണം നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായോ? ആ രൂപത്തിൽ വന്ന് അങ്ങനെ കുഞ്ഞ് വളർന്ന് മുന്നോട്ട് പോകുന്നു. അപ്പോൾ അവർക്ക് ഒരു റോൾ മോഡൽ വേണം. ഓരോ കുഞ്ഞിനും ഒരു റോൾ മോഡൽ ഉണ്ടാവും. അതാണ് ഞാൻ നിങ്ങളോട് ആദ്യം ചോദിച്ചത്. നിങ്ങളുടെ കുഞ്ഞിന്റെ റോൾ മോഡൽ ആവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഒരു മാതാവായിരിക്കണം അല്ലെങ്കിൽ രക്ഷിതാവായിരിക്കണം തന്റെ കുഞ്ഞിന്റെ റോൾ മോഡൽ. അവൻ എല്ലാ സംഗതിക്കും അനുകരിക്കാൻ പറ്റിയത്, അവൻ അനുധാവനം ചെയ്യേണ്ടത് തന്റെ മാതാവിനെയായിരിക്കണം അല്ലെങ്കിൽ പിതാവിനെയായിരിക്കണം. ആ രൂപത്തിൽ അവർക്കൊരു മാതൃകയാവാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഉണ്ടോ? മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കും. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. ഇന്ന് 6-ാം തീയതിയാണ്. മിനിയാന്നാണ് ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ശമ്പളം കിട്ടിയത്. ശമ്പളം കിട്ടി ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോൾ അല്പം കുറച്ച് പലഹാരങ്ങളും വീട്ടിലെ ചെറിയ കുട്ടികൾക്ക് ലേശം ഐസ്ക്രീം ഒക്കെ വാങ്ങി വെച്ചത്. അപ്പൊ ചെന്നപ്പോ അവർ ചോദിച്ചു എന്താണെന്ന് പ്രത്യേകത. ഞാൻ പറഞ്ഞു ശമ്പളം കിട്ടിയതിന് സന്തോഷമാണ്. അതൊക്കെ കൊടുത്ത് എല്ലാം പറഞ്ഞതിലേക്ക് അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടില്ല, എന്റെ അയൽപക്കത്തെ ഒരു താത്ത വന്നിട്ട് ഒരു 2000 രൂപ കടം ചോദിച്ചു. ഞാൻ അടുത്ത മറുപടി പറയുന്നത്, ശമ്പളം കിട്ടിയെങ്കിലേ പൈസ ഉണ്ടാവുള്ളൂ, എന്റെ കയ്യിൽ ഒറ്റ പൈസ ഇല്ല. ഈ കുട്ടികൾക്ക് ഞാൻ കൊടുത്ത സന്ദേശം എന്താ? കളവ് പറയുന്ന ഒരു സന്ദേശം കൊടുത്തു. നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ മക്കളൊക്കെ എപ്പോഴെങ്കിലും കളവാണെന്ന് മക്കൾക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള കളവുകൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ആലോചിക്കും. ഉണ്ടെങ്കിൽ ആ മക്കൾ അവരുടെ ജീവിതത്തിൽ കളവ് പറയുന്നതിൽ നമ്മൾ സങ്കടപ്പെട്ട് കാര്യമില്ല. അവരുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞത് എങ്ങനെയാണ്? എന്റെ അമ്മ കളവ് പറയുന്നുണ്ട്, അവനെനിക്കും പറഞ്ഞൂടെ, അല്ലേ? അവർ തോന്നലുണ്ടാവില്ലേ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ മൊത്തം നിങ്ങളുടെ മക്കൾക്ക് മാതൃകയായി മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിജയിച്ചതിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. മക്കളെ ചെറുപ്പത്തിലാണ് നമ്മൾ പിടിച്ചിട്ട് അവരെ ഏത് രൂപത്തിൽ കൊണ്ടുപോകണം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇനി ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിക്കാം. മക്കൾ ആരാവണം എന്ന് തീരുമാനിച്ചാൽ അതിനനുസരിച്ചായിരിക്കണം നമ്മളെ അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. ഞാനൊരു ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് എന്റെ വീടിന്റെ തൊട്ടടുത്ത് ഒരു ഉത്സവം നടക്കും. ആ ഉത്സവത്തിന് ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ടാവും. അപ്പൊ എനിക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഒരു കച്ചവടക്കാരനാണ് ബലൂൺ കച്ചവടക്കാരൻ. പക്ഷെ ഉത്സവത്തിന്റെ തലേ ദിവസം തന്നെ ഞാൻ കടയിൽ നിന്ന് ഒരു ബലൂൺ വാങ്ങിയിരുന്നു. ആ ബലൂൺ ഊതി വീർപ്പിച്ച് കെട്ടിയിട്ടാണ് ഞാൻ അന്ന് ഉത്സവ സ്ഥലത്തേക്ക് പോയത്. അവിടെ ചെന്ന് നോക്കുമ്പോ ഈ കച്ചവടക്കാരന്റെ ബലൂണുകളൊക്കെ നൂല് കെട്ടി നോക്കുമ്പോൾ മേലോട്ടാ പോകുന്നത്. എന്റെ ബലൂൺ, ഞാൻ ഊതി വീർപ്പിച്ച ബലൂൺ നൂല് കെട്ടി എത്ര പിടിച്ചാലത് താഴോട്ട്. ശ്രദ്ധിച്ചിട്ടാണ് നമ്മൾ ഊതി വീർപ്പിക്കുന്ന ബലൂൺ എങ്ങോട്ട് പോവാ? താഴോട്ട്. കച്ചവടക്കാരൻ വിൽക്കുന്ന ബലൂണോ? അത് മേലോട്ട് പോകും. അപ്പൊ എന്റെ ബലൂണിന്റെ കളർ ഒരു കറുപ്പ് കളറായി. അപ്പൊ എന്റെ ധാരണ ഈ ബലൂൺ കറുത്തത് കൊണ്ടാണ് ഈ താഴോട്ട് പോകുന്നത്. ഞാൻ ചെന്നിട്ട് ആ കച്ചവടക്കാരനോട് ചോദിച്ചു,
നിങ്ങൾ ആ ചോന്ന ബലൂണൊന്നും എനിക്ക് തരും, പകലിന്റെ കറുത്ത ബലൂണാണ് തരാറ്. അപ്പൊ കച്ചവടക്കാരൻ ചോദിച്ചു എന്തിനാന്ന് ചോദിച്ചു. എന്താ കറുത്ത ബലൂണായിരുന്നു താഴത്തോട്ട് എടുക്കുന്നത്, നിങ്ങൾ ചുവന്ന ബലൂണായിരുന്നു മേലോട്ടാണ് നടക്കുന്നത്. അപ്പൊ എനിക്ക് മേലോട്ട് പോകുന്ന ഒരു ബലൂണാണ്. അദ്ദേഹം എന്റെ ബലൂൺ വാങ്ങിയിട്ട് അതിലേക്ക് അദ്ദേഹത്തിന്റെ പമ്പിൽ നിന്ന് കുറച്ച് കാറ്റ് നിറച്ചിട്ട് നൂല് കെട്ടി എന്റെ അടുത്തേക്ക് തന്നു. അപ്പൊ എന്റെ ബലൂണും പോയത് മേലോട്ടാണ്, കറുപ്പായതുകൊണ്ടല്ല. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞുങ്ങളെ ഉള്ളിലേക്ക് എന്താണ് നിറച്ചു കൊടുക്കുന്നത്, അവരുടെ മനസ്സിലേക്ക് നമ്മൾ എന്താണ് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്, അവർ എന്ത് പറഞ്ഞാണ് നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുന്നത്, അവരിലേക്ക് നമ്മൾ കൊടുക്കുന്ന സന്ദേശങ്ങൾ എന്താണോ അതിനനുസരിച്ചായിരിക്കും അവരുടെ മേലോട്ടുള്ള യാത്ര, അവരുടെ ഉയർച്ച. അപ്പൊ മക്കളുടെ ഉള്ളിലേക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി ഇങ്ങനെയൊക്കെ കുഞ്ഞുങ്ങളെ ഉയർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുപാട് പ്രതിബന്ധങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കാം, നിങ്ങളെ മക്കളെ എനിക്ക് തോന്നുന്നു LKG UKG ക്ലാസ്സിലെ കുട്ടികളുടെ അമ്മമാരാണ് നിങ്ങൾ, അല്ലേ? ആണോ? അല്ലേ? ആണ്. ഇന്ന് വരെ ആ കുഞ്ഞുങ്ങൾ ഒരു പക്ഷെ ആദ്യമായി ഇന്നായിരിക്കും സ്കൂളിലേക്ക് വന്നിട്ടായിരിക്കാം. 2 കൊല്ലമായിട്ട് സ്കൂൾ കാണാത്ത മക്കളാണ്, അല്ലെ? എന്തേ കാരണം? എന്തേ? കൊറോണ വന്നു, അല്ലെ? കൊറോണ വന്നുകൊണ്ട് നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും പ്രതിസന്ധി ഉണ്ടായപ്പോൾ പഠനത്തിനും സ്കൂളുകൾക്കൊക്കെ പ്രയാസം ഉണ്ടായി. ഇപ്പോഴും പ്രീ പ്രൈമറി വിദ്യാഭ്യാസം തുടങ്ങിയിട്ടില്ല, ഓൺലൈനിലൂടെ മാത്രമേ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ നോക്കേണ്ടത്. എനിക്ക് ഓർമ്മ വരുന്നത് ഒരു ഹംഗേറിയൻ മിലിറ്ററിയുടെ കഥയാണ്. ഒരു ഹംഗേറിയൻ പട്ടാളക്കാരൻ, അദ്ദേഹം ഒരു മികച്ച പട്ടാളക്കാരനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മികച്ച കായിക താരവുമാണ്. ഷൂട്ടിങ്ങിലാണ് അദ്ദേഹത്തിന്റെ ഇനം. അദ്ദേഹം 1938 ഒളിമ്പിക്സിലേക്ക് ക്വാളിഫൈ ചെയ്തു. ആ ഒളിമ്പിക്സിൽ ക്വാളിഫൈ ചെയ്ത് അദ്ദേഹം പരിശീലനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ 1939 ഹംഗറിയും തൊട്ടയ രാജ്യവും തമ്മിൽ ഒരു യുദ്ധം നടന്നു. പട്ടാളക്കാരൻ എന്ന നിലയ്ക്ക് തന്റെ രാജ്യത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ആ യുദ്ധത്തിൽ ഈ ഹംഗേറിയൻ പട്ടാളക്കാരനും പങ്കെടുക്കേണ്ടി വന്നു. നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വലത് തോളിനെ വെടിയേൽക്കുകയും അദ്ദേഹത്തിന്റെ വലത് തോള് പൊട്ടി ചിതറുകയും ചെയ്തു. മിലിറ്ററി ഹോസ്പിറ്റലിൽ എത്തിച്ച് ഡോക്ടർമാർ വിദഗ്ധ പരിശോധനയ്ക്ക് വേണ്ടി മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞയച്ചു. അവിടുന്ന് പറഞ്ഞു ഷോൾഡറിൽ വെച്ച് ആ കൈയെ മുറിച്ചൊഴിവാക്കില്ലാതെ മറ്റൊരു മാർഗമില്ല. അങ്ങനെ ഈ പട്ടാളക്കാരന്റെ വലത് കൈ ഷോൾഡറിൽ വെച്ച് മുറിച്ചു മാറ്റി. അദ്ദേഹം 1940 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ ക്വാളിഫൈ ചെയ്ത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതാഭിലാഷമാണ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. പക്ഷെ അതിലാണ് ഈ വലത് കൈ നഷ്ടപ്പെട്ടത്. പക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെടാത്ത അദ്ദേഹത്തിന്റെ കോച്ച് പറഞ്ഞ് ഇടത് കൈ വെച്ച് പരിശീലനം നടത്തി നമുക്ക് മത്സരത്തിനുമായി മുന്നോട്ട് പോകാമെന്ന്. അദ്ദേഹം അവിടുന്ന് അങ്ങോട്ടുള്ള ബാക്കി സമയം തന്റെ പരിശീലനം ഇടത് കൈയിൽ വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ 1940 ഒളിമ്പിക്സ് നടക്കേണ്ട വർഷം 2ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. ഒരു കൊറോണ വന്നപ്പോൾ നാട്ടിലെ എല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച പോലെ തന്നെ 2ാം ലോകമഹായുദ്ധം വന്നതുകൊണ്ട് ആ വർഷം ഒളിമ്പിക്സ് മാറ്റിവെച്ചു. ഒരു വർഷം ഒളിമ്പിക്സ് മാറ്റിവെച്ചാൽ പിന്നെ 4 വർഷം കഴിയണം അടുത്ത ഒളിമ്പിക്സ് വരണമെങ്കിൽ. 1944 അടുത്ത ഒളിമ്പിക്സിന്റെ സമയം. 1944 ആയപ്പോഴേക്കും 2ാം ലോകമഹായുദ്ധം അവസാനിക്കാത്തതുകൊണ്ട് ആ ഒളിമ്പിക്സ് നടന്നില്ല. 1940 1944 ഒളിമ്പിക്സ് നടന്നിട്ടില്ല. ഇയാൾ 1938 പരിശീലനം തുടങ്ങിയിട്ടുണ്ട്. അടുത്ത ഒളിമ്പിക്സ് 1948 അപ്പോഴേക്ക് എത്ര വർഷവും? 1938 പരിശീലനം തുടങ്ങിയിട്ട് 1948 എത്തുമ്പോഴേക്ക് എത്ര വർഷമാവും? 10 വർഷം. 10 വർഷം നിങ്ങളുടെ മകനെ ഒളിമ്പിക്സിലേക്ക് പറഞ്ഞയക്കാൻ വേണ്ടി ഇതുപോലെ നിങ്ങൾ ഒരു കാത്തിരിക്കോ, പരിശീലനം കൊടുത്തുകൊണ്ട് കാത്തിരിക്കോ. 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്തൊരു ഒളിമ്പിക്സിൽ സാധ്യതയുള്ളത്. ആലോചിച്ച് നോക്കുന്നത്. 1938 പരിശീലനം തുടങ്ങി 2 അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടും പ്രതീക്ഷ കൈവടിയാതെ മുന്നോട്ട് പോയ കരോണ ടെക്കാക്സ് എന്ന് പറയുന്ന ഈ ഹംഗേറിയൻ മിലിറ്ററി തന്റെ 1948 ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡൽ നേടി ലോക പ്രശസ്തരായി തീർന്നത് അദ്ദേഹത്തിന് ഈ പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നു.
അപ്പൊ അതുപോലെ നമ്മുടെ മക്കളെ എന്ത് പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ആ പ്രതിസന്ധികളിലൊക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു മനോധൈര്യമാണ്, മനക്കരുത്താണ് നമ്മൾ അവർക്ക് നൽകേണ്ടത്. അതോടൊപ്പം തന്നെ മക്കൾക്ക് സുരക്ഷ നൽകേണ്ടതും രക്ഷിതാക്കളുടെ ബാധ്യതയാണ്. ചായ കുടിക്കാൻ വേണ്ടി നിർത്തുന്നു വേണ്ടല്ലോ, വേണ്ട, നിർത്താൻ എപ്പോ തോന്നിയാൽ അപ്പഴും കൈയിടിച്ചാൽ മതി, എപ്പം നിർത്താം കേട്ടോ. ശരി, അപ്പൊ നോക്കാം, മക്കൾക്ക് സുരക്ഷ നൽകേണ്ടത് നമ്മുടെ വർഷങ്ങൾക്ക് മുമ്പ് ലാത്തൂരിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പത്തില് KSE തമിഴ്നാട് ഇലക്ട്രിസിറ്റി ബോർഡിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയറുടെ വീട് ഒന്നിച്ച് നശിച്ചുപോയി. ഒരുപാട് വീടുകൾ നശിച്ച കൂടുതൽ ഈ വീട് നശിച്ചുപോയി. ഈ എഞ്ചിനീയർ ആണെങ്കിൽ മദ്രാസിലെ ഇലക്ട്രിസിറ്റി ഓഫീസിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബം ലാത്തൂരിലുമാണ്. അദ്ദേഹത്തിന് മെസ്സേജ് വന്നു, അദ്ദേഹത്തിന്റെ വീട് നിൽക്കുന്ന സ്ഥലം ഭൂകമ്പത്തിലാകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട്, വീടെല്ലാം ഇടിഞ്ഞു പൊടിഞ്ഞു പോയിട്ടുണ്ട്, വീട്ടിലുള്ളവരൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്നുള്ള മെസ്സേജാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. അദ്ദേഹം ഉടനെ തിരിച്ച് അങ്ങോട്ട് നാട്ടിലേക്ക് പോയി. അവിടെ വീട് നിൽക്കുന്ന സ്ഥലം തരിപ്പണമായിട്ടുണ്ട്, നിരന്ന് കിടക്കുകയാണ്, വീടൊന്നും കാണുന്നില്ല, ഇടിഞ്ഞു പൊടിഞ്ഞു വീടെടുക്കുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിലെ ആളുകളെ മുഴുവൻ തെരഞ്ഞു നടന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും മകന്റെയും മൃതശരീരങ്ങൾ കണ്ടു. അദ്ദേഹം വീണ്ടും തെരയുന്നു, ഒരാളെയും കൂടി കാണാനുണ്ട്, എന്റെ മകളെ ഇതുവരെ കണ്ടുകിട്ടിയിട്ടില്ല. ആ മകളെ തെരഞ്ഞ് ഹോസ്പിറ്റലിലെ മുഴുവൻ മൃതശരീരങ്ങളും തെരഞ്ഞ് പരിക്ക് പറ്റി കിടക്കുന്നവരെയും തെരഞ്ഞിട്ടും മകളെ കിട്ടുന്നില്ല. അദ്ദേഹം പ്രതീക്ഷയോടെ കൂടി വീണ്ടും അദ്ദേഹത്തിന്റെ വീട് എന്ന സ്ഥലത്തേക്ക് ഓടി. അവിടെ ചെന്നപ്പോഴും അവിടെ യാതൊരു അവശിഷ്ടം കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു, എന്റെ മകളുണ്ട്, മകളെ കിട്ടാനുണ്ട്, ഈ മണ്ണ് മാന്തി പരിശോധിക്കണം, ഇവിടെ കിട്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ യന്ത്രങ്ങൾ ഉപയോഗിച്ച് മണ്ണ് മാന്തി മാന്തി വന്നപ്പോൾ മണ്ണിന്റെ അടിയിൽ നിന്നും അനക്കമില്ലാത്ത ഒരു ശരീരം വീണ്ടും കിട്ടി. ആ കിട്ടിയ ശരീരം ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് അതിന് ബോധം നഷ്ടപ്പെട്ടു പോയിരുന്നു, പക്ഷെ മരിച്ചിട്ടില്ല. 4ാമത്തെ ദിവസം ആ കുഞ്ഞിന് ബോധം തിരിച്ചു വന്നു. ബോധം തിരിച്ചു വന്നപ്പോൾ പത്രക്കാരും മീഡിയക്കാരും ഡോക്ടർമാരൊക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നീ ഈ മണ്ണിന്റെ അടിയിൽ പെട്ടിട്ട് ഇവിടെ കിടന്ന് ബോധം നഷ്ടപ്പെടുന്ന ഒരു സമയം ഉണ്ടായിരുന്നു, അതുവരെ നിന്റെ മനസ്സിലെ ഒരു ചിന്ത എന്തായിരുന്നു? ആ കുഞ്ഞ് പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ലോകത്തിന്റെ ഏത് കോണിൽ എന്റെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കുമെന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഈ ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക്, ഈ ഒരു പ്രതീക്ഷ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ചു നോക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഏത് സമയത്തും എനിക്ക് രക്ഷ നൽകാൻ എന്റെ മാതാപിതാക്കൾ ഉണ്ടാവും എന്നുള്ള ഒരു രക്ഷാബോധം നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ? അപ്പോഴാണ് നമ്മൾ രക്ഷിതാവാണ്. ഉണ്ടോ? ഒന്ന് ആലോചിക്കും. നമ്മള് കുഞ്ഞാവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്ത്, കുഞ്ഞിന് ആവശ്യമുള്ള പണവും കൊടുത്ത്, വസ്ത്രവും കൊടുത്ത്, ഭക്ഷണവും കൊടുത്ത് മുന്നോട്ട് പോയാൽ നമ്മൾ രക്ഷിതാവായി എന്ന് പൂർണ്ണമായി നമ്മൾ വിചാരിക്കേണ്ട. അവർക്ക് ആവശ്യമുള്ള മറ്റുള്ള പല സംഗതികളും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് മക്കളെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടി തയ്യാറായി ഇതുപോലുള്ള ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന നിങ്ങൾ മക്കളെ ഉയരത്തിൽ പറക്കാൻ പ്രാപ്തരാക്കുന്ന വിധത്തിൽ അവരെ പഠിപ്പിച്ച് മുന്നോട്ട് പോകാം. ഒരു പട്ടം പറത്തുന്ന കുട്ടിയുടെ മനസ്സോടുകൂടി, ഒരു പട്ടം പറത്തുന്ന കുട്ടിയുടെ മനസ്സെന്തായിരിക്കും? ഉറക്കെ പറയും, ആ പട്ടം ഏറ്റവും ഉയരത്തിൽ പോകണം, അല്ലേ? ഏറ്റവും ഉയരത്തിൽ പറക്കണം എന്നാണ് പട്ടം. അതിനുവേണ്ടി അവൻ എന്താ ചെയ്യുന്നത്? ഉറക്കെ പറയും. അവൻ പരിശ്രമിക്കുന്നത്. എങ്ങനെ പരിശ്രമിക്കുന്നത്? ആ നൂല് അയച്ചു കൊടുത്തത്, ആവശ്യത്തിനനുസരിച്ച് നൂല് അയച്ചു കൊടുത്തത്. നൂലാണ്ട് വിട്ടാ പോരെ? ഈ നൂലാണ്ട് വിട്ടാ പോരെ? കേട്ടില്ല? നൂല് പൊട്ടിപ്പോയാൽ അല്ലെങ്കിൽ നൂല് വിട്ടുപോയാൽ എന്താ പട്ടത്തിന്റെ അവസ്ഥ? അത് മേലോട്ട് പോവോ? മേലോട്ട് പോവോ? ഇല്ല. പിന്നെന്താവും? അതിന്റെ ബാലൻസ് പോയി താളം തെറ്റി ആടി ഉലഞ്ഞ് പിന്നെ താഴോട്ടാണ്. പിന്നെ ഒരാട്ടി പോലും അത് മേലോട്ട് പോകുന്നില്ല, അല്ലെ? അതുപോലെയാണ് നമ്മുടെ മക്കൾ. അവരെത്ര ഉയരത്തിലെത്തട്ടെ, പഠിച്ച് പഠിച്ച് വളരട്ടെ, ഉയർന്ന പൊസിഷനിലെത്തട്ടെ, അപ്പോഴും രക്ഷിതാക്കൾ എന്ന രൂപത്തിൽ ഒരു നൂലിന്റെ പിടുത്തം നിങ്ങളുടെ ഓരോ കയ്യിലും വേണം. മക്കളുടെ ഒരു ചെറിയ പിടുത്തം നമ്മുടെ കയ്യിൽ എപ്പോഴും അവരെത്ര വലുതായാലും. ഇല്ല എങ്കിൽ കഴിഞ്ഞ 2-ാം തീയതിയിൽ തളിപ്പറമ്പിൽ സംഭവിച്ചത് നമ്മൾ ഓർമ്മ ഉണ്ടാവും. പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചാണെങ്കിലും സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു വന്നല്ലോ. ഒരു വീട്ടില് 7 അംഗങ്ങൾ
7 അംഗങ്ങളുടെ 4 പേർ വീൽ ചെയറിലാണ്. ഒരു പ്രത്യേക തരം രോഗം വന്ന് നടക്കാനൊന്നും വയ്യാതെ 4 പേർ വീൽ ചെയറിലാണ്. 5ാമത്തെ ആള് വല്യമ്മയാണ്. വല്യമ്മ വാർദ്ധക്യ സഹജമായ രോഗത്താൽ നിൽക്കുകയാണ്. പിന്നെ ഉള്ളത് ഉമ്മയാണ്. ഉമ്മയ്ക്കും മറ്റൊരു കഴുത്ത് രോഗം കൊണ്ട് നിൽക്കുന്നത്. ആരോഗ്യമുള്ളത് സഹില എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി, 19 വയസ്സായ സഹില എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മാത്രം. ഈ പെൺകുട്ടിയുടെ നിക്കാഹ് ഇന്ന് 6-ാം തീയതി ആ വീട്ടുകാർ പറഞ്ഞുറപ്പിച്ച് നടക്കേണ്ടതാണ്. വായിച്ചു നിങ്ങളാരെങ്കിലും വായിച്ചൊന്നും കൈവയ്ക്കട്ടെ, എവിടെയെങ്കിലും അറിഞ്ഞവർ. പക്ഷെ കഴിഞ്ഞ 2-ാം തീയതി ഈ വീട്ടുകാരെ, ഇത്രയും കഷ്ടതയിൽ കഴിയുന്ന ഈ വീട്ടുകാരെ ഉപേക്ഷിച്ചുകൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു 19-കാരി 40-കാരന്റെ കൂടെ വേറെ ഇറങ്ങിപ്പോയി. എവിടെ മക്കളും നമ്മളും തമ്മിലുള്ള ബന്ധം? ഇപ്പോൾ മക്കളെ, നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ മക്കൾ, നമ്മൾ വളർത്തിക്കൊണ്ടിരിക്കുന്ന മക്കൾ നമ്മളുടേതാണ്. ഇത് നാളെയും എന്നും അവർ നമ്മളുടേതായിരിക്കണം. അതിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, പട്ടം പറത്തുന്ന കുട്ടിയുടെ കയ്യിൽ ശക്തി കുറഞ്ഞതാണെങ്കിലും ഒരു നൂല് കൊണ്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം രക്ഷിതാക്കൾ എക്കാലത്തും തങ്ങളുടെ മക്കളുടെ മേൽ കാത്തു സൂക്ഷിക്കുക. എങ്കിൽ അവർ നമ്മുടെ മക്കളാണ്, അല്ലെങ്കിൽ അവർ അവരുടെ ഇഷ്ടത്തിന് പോകും. മക്കൾക്ക് വിദ്യാഭ്യാസം മാത്രം കൊടുത്താൽ പോരാ എന്ന് ഞാൻ പറയാനുണ്ടായ കാരണം അതുകൊണ്ടാണ്. ഇനി നിങ്ങൾ നോക്കുക, മക്കൾ മക്കളുടെ കഴിവുകൾ പ്രകടിപ്പിച്ച് മുന്നോട്ട് പോകും. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചു, നിങ്ങളുടെ കഴിവുകൾ, മക്കളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എഴുതി വെച്ചു അല്ലെ? ആ കഴിവുകൾക്കനുസരിച്ചാണോ അവൾ വളർന്നു വരേണ്ടതെന്ന് നമ്മൾ ആലോചിക്കുന്നത്? ആണോ? അവരുടെ കഴിവുകൾക്കനുസരിച്ചുള്ള ഉയർച്ചയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? വിടുന്നില്ലേ? അവർക്ക് മക്കളുടെ കഴിവുകളെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് അവർ നമ്മളാക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പ്രൈമറി വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ എല്ലാ വിദ്യാഭ്യാസവും കൊടുത്ത് മുന്നോട്ട് പോവുക. അവരുടെ ഡേ ടു ആക്ടിവിറ്റീസിൽ, അവരുടെ എല്ലാ ദൈനംദിന പ്രവർത്തനങ്ങളിലും നമ്മൾ അവരോട് കൂടെ ഉണ്ടാവുക. ഇനി ഇങ്ങനെയൊക്കെ വന്ന് മുന്നോട്ട് പോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തില് ബലൂണിൽ ഡെൻസിറ്റി കുറച്ച് വാതകമാണ് നിറച്ചതെങ്കിൽ ആ ബലൂൺ മേലോട്ട് പോകും. പക്ഷെ ഈ റൂമിന്റെ അകത്തുനിന്ന് ആ ബലൂൺ മേലോട്ട് വിട്ടാൽ അത് ഇവിടെ തടഞ്ഞു നിർത്തും. ഇല്ലേ? തടഞ്ഞു നിർത്തൂലേ? നമ്മൾ പുറത്തു നിന്നാണ് വിട്ടതെങ്കിലോ അത് അതിനനുസരിച്ച് ഉയർന്നു പോകും. നമ്മുടെ മക്കളെ പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായി മുന്നോട്ട് പോകുമ്പോൾ ചില പ്രതിബന്ധങ്ങൾ അവർക്ക് വരും. പണ്ട് നാട്ടു പ്രമാണിമാരൊക്കെ ഈ പ്രാവുകളൊക്കെ വളർത്തിയിട്ട് ഈ പ്രാവുകളെ പറത്തുന്ന പ്രാവ് പറത്തൽ മത്സരം ഉണ്ടായി. അങ്ങനെ എന്ന് മത്സരം നടത്തിയാലും ഒരു കർഷകന്റെ പ്രാവാണ് അന്ന് എന്നും വിജയിക്കുക. ആ കർഷകന്റെ പ്രാവ് ഏറ്റവും ഉയരത്തിൽ പറന്ന് സമ്മാനം തരും. അവിടുത്തെ നാട്ടു പ്രമാണിക്ക് ഇതിൽ അസൂയ പൂണ്ട് ഒരു വലിയ മോഹവില കൊടുത്ത് ആ പ്രാവിനെ അയാൾ വാങ്ങിച്ചു. അടുത്ത മത്സരത്തിൽ എനിക്ക് സമ്മാനം കിട്ടുന്നത്. അങ്ങനെ ഇയാളുടെ പ്രാവിനെ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല മനോഹരമായ കൂട്ടൊരുക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് പ്രാവിനെ പറത്താൻ വേണ്ടി ഇങ്ങനെ പരിശീലിപ്പിച്ചൊക്കെ മുന്നോട്ട് പോവുകയാണ്. ഇയാളിങ്ങനെ പ്രാവിനെ പറത്താൻ വേണ്ടി മേലേക്ക് വിടും. പ്രാവ് ലേശം പറന്ന് അവിടെ കാണുന്ന മരത്തിന്റെ കൊമ്പിൽ അവിടെ ഇരിക്കും, മേലോട്ട് പറക്കില്ല. അത് 2-3 ആളുകളെ മാറ്റി പരിശീലിപ്പിച്ചൊക്കെ നോക്കിയപ്പോഴും പ്രാവ് അതുപോലെ തന്നെ ചെയ്യും. ഇയാൾ വിചാരിച്ചു ഈ കർഷകൻ എന്നെ പറ്റിച്ചാണ്, ഉയരത്തിൽ പറക്കുന്ന പ്രാവിനെ അയാൾ തന്നെ വെച്ചിട്ട് അയാൾ എനിക്ക് വേറെ പ്രാവിനെ തന്നെ പറ്റിച്ചാണെന്നൊക്കെ കർഷകനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, നീ എന്നെ പറ്റിച്ചതാണ്, എനിക്ക് മറ്റേ പ്രാവിനെ കൊണ്ടാവും. കർഷകൻ പറഞ്ഞു, എന്റെ അടുത്ത് ആകെ ഒരു പ്രാവേ ഉള്ളൂ, ആ പ്രാവിനെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, വേറെ പ്രാവ് എന്റെ അടുത്തില്ല. അവസാനം കർഷകനും ഈ പ്രാവിനെ ഒന്ന് പറന്നു നോക്കി. പ്രാവ് ഇതുപോലെ പറന്നു പോയി ആ മരക്കൊമ്പിൽ തന്നെ അവിടെ ഇരുന്നു. കർഷകന് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു മഴു തരൂ. ആ മഴു വാങ്ങി ആദ്യം അദ്ദേഹം ആ മരം മുറിച്ചു കളഞ്ഞു. ആ മരം മുറിച്ചു കളഞ്ഞിട്ട് പ്രാവിനെ വീണ്ടും പറത്തി. ഇപ്പോൾ പ്രാവിന് ഇരിക്കാൻ ഒരു സേഫ് സോൺ, ഒരു സ്വതന്ത്രമായി ഇരിക്കാൻ പറ്റിയ സ്ഥലമില്ലാത്തതുകൊണ്ട് പ്രാവ് പറക്കാൻ നിർബന്ധിതനായി മേലോട്ട് പറന്നുയർന്നു. ഇതുപോലെയാണ് നമ്മുടെ മക്കൾ. അവർ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ചില സേഫ് സോണുകളിൽ അവർ എത്തിപ്പെടുന്നത്. അത് ചിലപ്പോൾ മൊബൈലാവാം, ഇന്റർനെറ്റുകളാവാം, ടാബുകളാവാം, ടിവികളാവാം, ഗെയിമുകളാവാം. അവിടെയൊക്കെ തങ്ങിക്കിടക്കും അല്ലെ? ഇന്ന് സോഷ്യൽ മീഡിയയിലാണ് നമ്മളൊക്കെ എല്ലാവരും.
നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ റോൾ മോഡൽ ആവണം നമ്മുടെ മക്കൾക്ക്. നമ്മൾ ഇതിന് സമയം ചിട്ടയും കാര്യമൊക്കെ വെച്ചെങ്കിലേ മക്കളും അതനുസരിച്ച് നിൽക്കുള്ളൂ. ഇത് പറഞ്ഞപ്പം എനിക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള ഞങ്ങൾക്ക് അമ്മായി എന്ന് വിളിക്കുന്ന ഒരാളുടെ കുറച്ച് പ്രായം 10-65 വയസ്സായി. ആ അമ്മായിയുടെ സോഷ്യൽ മീഡിയ ഭ്രാന്താണ് മനസ്സിലാക്കുന്നത്, ഓർമ്മയിൽ വരും. അമ്മായിയുടെ കയ്യില് വലത് കയ്യിൽ ദസ്വിമാല ഉണ്ടാവും. ദസ്വിമാല അറിയില്ലേ? ദസ്വിമാലയിൽ എണ്ണി നോക്കിയാൽ ആകെ 99 മുത്തുകളേ ഉള്ളൂ, 33 99. പക്ഷെ അമ്മായിയുടെ കയ്യിലുള്ള മൊബൈലിൽ 101 വാട്സപ്പ് ഗ്രൂപ്പാണ്. വാട്സപ്പ് ഗ്രൂപ്പ് 101. ഇന്ന് ആളുകളൊക്കെ തങ്ങിക്കിടക്കുന്ന 3-4 മേഖല, ഒന്ന് ഫേസ്ബുക്ക് ആണ്, ഒന്ന് ഇൻസ്റ്റാഗ്രാം ആണ്, ഒന്ന് കുറച്ച് പറഞ്ഞോളി വാട്സപ്പാണ്. ഇൻസ്റ്റാഗ്രാം വീട്ടിലെ കാറ് പോലെയാണ്. അത് ഡ്രൈവിംഗ് അറിയുന്ന ആളുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. വീട്ടിലെ കാർ എല്ലാവരും ഉപയോഗിക്കും. എന്റെ ആരും ഉപയോഗിക്കുള്ളൂ? ഡ്രൈവിംഗ് അറിയുന്ന ആളുകൾ മാത്രമേ ഉപയോഗിക്കുള്ളൂ. ഫേസ്ബുക്ക് വീട്ടിലെ ചാരികസേനമായി കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ അതിനനുസരിച്ച് ഉപയോഗിക്കണം. വാട്സപ്പോ വീട്ടിലെ ബാത്റൂമുമായി. ബാത്റൂം എങ്ങനെ എല്ലാവരും ഉപയോഗിക്കും. അപ്പൊ നമ്മളൊക്കെ ഒന്ന് വാട്സപ്പിലാണ്. പിന്നെ വാട്സപ്പിൽ വേറെ പ്രത്യേകതയുണ്ട്. ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഇതൊന്ന് തുറന്നു നോക്കിയില്ലെങ്കിൽ നമ്മളറിയാതെ ഭൂകമ്പറ്റുണ്ടായോ, ഭൂലോകം അവസാനിച്ചോന്നിട്ട് അല്ലെ? അതിനിടയ്ക്ക് നമ്മൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ഇങ്ങനെയാണ്, പിന്നെ നമ്മുടെ മക്കൾ എങ്ങനെ ആയിരിക്കും ഒന്ന് ആലോചിച്ചു നോക്കി. അപ്പൊ അതുകൊണ്ട് ഈ ആദ്യ സംഗതികൾക്കൊക്കെ നമ്മൾ ഒരു സമയം നിഷ്ഠ പാലിക്കണം. ഇതൊക്കെ ഉപയോഗിക്കേണ്ട എന്ന് പറയാൻ പറ്റില്ല. ഈ കാലഘട്ടത്തിൽ ഇത്തരം സോഷ്യൽ മീഡിയകളൊക്കെ മക്കളും ഉപയോഗിക്കണം, നമ്മളും ഉപയോഗിക്കണം. ഓൺലൈനിൽ ക്ലാസ്സുകൾ വന്നതിന് ശേഷം അതുവരെ മൊബൈൽ എടുക്കരുത് എന്ന് പറഞ്ഞ മക്കളോട് നമ്മൾ എന്താ പറഞ്ഞത്? എന്താ മൊബൈൽ എടുക്കാത്തതെന്ന് വിഷയം അല്ലെ? അതുവരെ നമ്മൾ പറഞ്ഞത് എടുക്കരുത്. ഇത് വന്നതിന് ശേഷം നീ എന്താ മൊബൈൽ എടുക്കാത്തതെന്ന് ചോദിച്ചത് അവരെ കൊണ്ട് എടുപ്പിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയത്. അപ്പൊ അതുകൊണ്ട് മക്കളുടെ മുന്നിൽ വെച്ചോ അല്ലാതെയോ നമ്മളെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിനൊരു സമയനിഷ്ഠ പാലിക്കുന്നത് നല്ലതാണ്. അപ്പോഴേ മക്കൾക്ക് നമ്മള് റോൾ മോഡൽ ആവാൻ പറ്റുള്ളൂ. ഈ ഒരു മക്കളെ നമ്മൾ ആദ്യം മുൻകൂട്ടി അസസ് ചെയ്യണം. ഒരു മുൻവിധി ഉണ്ടാവേണ്ട മക്കളെ കുറിച്ച്. 1-2 രക്ഷിതാക്കൾ അങ്ങനെ വെച്ചത്. അധ്യാപകനായ അച്ഛൻ തന്റെ മകൻ പഠിക്കാൻ ഏറ്റവും മോശമായതുകൊണ്ട് ക്ലാസ് റൂമിൽ വെച്ച് പറഞ്ഞ്, നീ എന്നെ അപമാനിക്കുകയാണ്, മന്ദബുദ്ധിയായ പമ്പരവിഡ്ഢിയായ മകൻ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതിന്റെ പേരിൽ 8ാം ക്ലാസ്സിൽ പഠനം നിർത്തി ഇറങ്ങി മറ്റു രാജ്യത്തേക്ക് തൊഴിൽ തേടിപ്പോയി. യമനിലെ ഏതൻസിൽ ചെന്ന് ഒരു പെട്രോൾ ബങ്കിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഒരു പയ്യൻ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ്, ഇതുപോലെ ഒരു പെട്രോൾ പമ്പ് എനിക്ക് തുടങ്ങിയാൽ എന്താ എന്നല്ല ആലോചിച്ചു. ഇതുപോലെയുള്ള പെട്രോൾ പമ്പിലേക്ക് പെട്രോൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പെട്രോൾ ഉത്പാദിപ്പിക്കുന്ന റിഫൈനറി തുടങ്ങിയാൽ എന്താ എന്ന് ആലോചിച്ചുകൊണ്ടാണ് ആ മകൻ പിന്നീട് 1958 ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത്. ഗുജറാത്തിൽ നിന്ന് പോയി യമനിൽ ജോലി ചെയ്ത് ബോംബെയിൽ തിരിച്ചെത്തിയ ആ ബാലൻ, ആ യുവാവ് അന്ന് സ്ഥാപിച്ച ബിസിനസ് സ്ഥാപനമാണ് റിലയൻസ് ഗ്രൂപ്പായി മാറിയത്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരെ പേര് ഓർമ്മ? മുകേഷ് അംബാനിയുടെയും അനിൽ അംബാനിയുടെയും അച്ഛൻ ധീരുഭായി അംബാനിയാണ് 8ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി ജോലിക്ക് വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി തിരിച്ചു വന്നത്. എന്തിനാ പഠനം നിർത്തി പോകേണ്ടി വന്നത്? ഞാൻ പറഞ്ഞത്, ധീരുഭായി അംബാനിയുടെ അച്ഛൻ ഒരു അധ്യാപകനാണ്. ആ അധ്യാപകന്റെ മകൻ ആ ക്ലാസ്സിൽ പഠിക്കാൻ മോശമായതുകൊണ്ട് കുട്ടികളുടെ മുമ്പിൽ വെച്ച് അപമാനിച്ച് വിട്ടത് കൊണ്ടാണ് ഈ കുഞ്ഞ് നാട് വിട്ട് പോകേണ്ടി വന്നത്, സ്കൂൾ പഠനം നിർത്തിയിട്ട്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ ഒരു വലിയ ബിസിനസ്മാനായി തിരിച്ചു വന്ന് ആ അച്ഛന്റെ ധാരണ കുഞ്ഞു മാറ്റി. ഇതുപോലെ തന്നെ പഠിക്കാൻ മോശമായതുകൊണ്ട് തന്നെ വിൻസെന്റ് ചർച്ചിൽ എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയുടെ അച്ഛൻ പരസ്യമായി അപമാനിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട ആളാണ് വിൻസെന്റ് ചർച്ചിൽ. പക്ഷെ വീണ്ടും പിന്നീട് അത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആയതുകൊണ്ട് ആ അച്ഛന്റെ ധാരണ ആ കുഞ്ഞ് തെറ്റിച്ചു.
അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കഴിവുകേടുകളും അവരുടെ മുമ്പിൽ വെച്ച് അവരെ അധിക്ഷേപിക്കരുത്. അവരുടെ കഴിവുകൾക്ക് നിങ്ങൾ പ്രോത്സാഹനം നൽകുക. കുഞ്ഞ് എന്തൊരു ചെറിയ നല്ല കാര്യം ചെയ്താലും കുഞ്ഞിനെ അനുമോദിക്കുക, അത് പരസ്യമായി ചെയ്യണം. കുഞ്ഞിന്റെ അടുത്ത് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരസ്യമായിട്ട് കുഞ്ഞിനെ ശാസിക്കരുത്, അവന് സ്വകാര്യമായി വിളിച്ച് അവനോട് പറയാം. ഇപ്പൊ ചെറിയൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഒരുമിച്ച്, നിങ്ങളുടെ ഭർത്താവും ഒന്നിച്ച് നിങ്ങൾ ഒരുമിച്ചൊരു യാത്ര പോകുന്നു. ആ പോകുന്ന സമയത്ത് അനിഷ്ടകരമായ ഒരു സംഭവം നിങ്ങളിൽ നിന്ന്, ഒരു പെരുമാറ്റം ഭർത്താവിനുണ്ടായി. ഭർത്താവ് അങ്ങാടിയിൽ വെച്ച് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നിങ്ങളോട് ആക്ഷേപിക്കുകയും ചീത്ത പറയുകയും ചെയ്യാന്ന് വിചാരിക്കും. നമ്മുടെ മനസ്സിലൊരു അവസ്ഥ ആലോചിക്കട്ടെ, ഈ ആൾക്കാരുടെ മുമ്പിൽ ഇയാൾക്കിനോട് പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെ? അങ്ങനെ ചിന്ത വരും. നേരെ മറിച്ച് ആ ഭർത്താവ് അവിടുന്ന് ഒന്നും പറയാതെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിച്ച് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്ന് വലിയൊരു അങ്ങാടിയിൽ വെച്ച് എന്നോട് അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്ന് ഒരു നല്ല രൂപത്തിൽ പറയുകയാണെങ്കിൽ അതിന് രണ്ടിന്റെയും വ്യത്യാസം ഒന്ന് ആലോചിക്കട്ടെ. ഉണ്ടോ? വ്യത്യാസം ഉണ്ടോ? ഇതുപോലെ നമ്മുടെ മക്കളുടെയും മനോഗതി. അപ്പൊ മക്കളോട് നമ്മൾ ആ രൂപത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി അവർ നമ്മളെ കൂടെ കൊണ്ടു നടന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് നല്ല മക്കളാക്കിയാണ് അവരെ വളർത്തേണ്ടത്. നല്ല അമ്മമാരായാണ് നിങ്ങൾ വളരേണ്ടത്. ഇവിടെ നമ്മളെ ആരും ഇന്ന് വരെ ലോകത്താരും അമ്മ എന്ന് വിളിച്ചിട്ടില്ല. പക്ഷെ ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാതെ ലോകത്തെ മുഴുവൻ ആളുകളും അമ്മ എന്ന് വിളിക്കുന്ന ഒരാളാണ് മദർ തെരേസ. അല്ലെ? മദർ തെരേസ ലോകത്തിന്റെ മുഴുവൻ അമ്മയാണ്. ഒരു കുഞ്ഞിനെ പോലും പ്രസവിച്ചിട്ടില്ല. ആ ഒരു മനസ്സിൽ നോക്കുക. കൽക്കത്തയിലെ തെരുവിൽ ഒരു മുതലാളിയുടെ വീട്ടിൽ വന്ന് തന്റെ കുഞ്ഞുങ്ങൾക്ക്, തന്റെ ആതുരാലയത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടി യാചിച്ച് ചെന്നപ്പോൾ ആ മുതലാളി കാർപ്പിച്ച് മുഖത്തേക്ക് തുപ്പി. അത് കൈകൊണ്ട് തുടച്ചു മാറ്റിയിട്ട് മദർ തെരേസ ചോദിച്ചത്, എനിക്കുള്ളത് നിങ്ങൾ തന്നു, ഇനി എന്റെ കുഞ്ഞുങ്ങൾക്കുള്ളത് വേറെ തരികയാണ്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും പ്രതികരണം ആലോചിക്കട്ടെ. നമ്മുടെ മുഖത്തേക്ക് കാർപ്പിച്ച് തുപ്പിയ ഒരാളോട് പിന്നെ സംസാരിക്കാൻ നമ്മൾ നോക്കുക. ആ ഒരു സ്വഭാവത്തിന്റെ ഉടമയായ മദർ തെരേസ ലോകത്തിന്റെ അമ്മയായി മാറിയത് അങ്ങനെയാണ്. പക്ഷേ ആ മുതലാളിയുടെ മനസ്സ് മാറി. അവർ ബ്ലാങ്ക് ചെക്ക് ബുക്കാണ് പിന്നെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന സംഖ്യ എത്ര വേണം വെച്ചാൽ എഴുതിയെടുത്തോളൂ, വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞ് ബാങ്കിലെ ചെക്ക് ബുക്ക് കൊടുത്താൽ വിട്ടത്. അപ്പൊ നോക്ക്, ലോകത്തിന്റെ മാതൃകയായ ഒരു അമ്മയായി മാറി. നമ്മൾ ലോകത്തിന് മാതൃകയാകേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും മാതൃകയായിട്ട് മാറാൻ നമുക്ക് കഴിയണം. ഏതായാലും കുഞ്ഞുങ്ങളെ ഇതുപോലുള്ള ഒരു വിദ്യാലയത്തിൽ ചേർത്ത നിങ്ങളെ അഭിനന്ദിക്കാനാണ്. ഇതൊരു പൊതുവിദ്യാലയമാണ്. പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യമാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഒരുപാട് സംഘങ്ങൾ നടത്തുന്ന ഒരുപാട് അൺഎയ്ഡഡ് സ്കൂളുകളും അതുപോലെ തന്നെ മറ്റു ഇംഗ്ലീഷ് മീഡിയം സ്ഥാപനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ട ഓരോ വിഭാഗങ്ങൾ നടത്തുന്ന കുഞ്ഞുങ്ങള് അവിടെ വളർന്നു വരുമ്പോൾ അത് അതുപോലെ വരുള്ളൂ. ഇത് ഒരു പൊതുവിദ്യാലയമാണ്. ഇവിടെ ജാതി മത ഭേദമില്ലാതെ, വ്യത്യാസമില്ലാതെ എല്ലാവരുടെ കുഞ്ഞുങ്ങളും ഒരേപോലെ പഠിക്കുകയും ഒരേ പരിഗണന ലഭിക്കുകയും ചെയ്യുന്ന സ്ഥാപനമാണ്. ഈ ഒരു വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങളെ ചേർക്കാൻ സന്മനസ് കാണിച്ച് നിങ്ങളെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ആ നിലയ്ക്ക് ഏറ്റവും നല്ല രക്ഷിതാക്കളാണ്. ഒരു പൊതുവിദ്യാലയം തന്നെയാണ്. ഇവിടെ വന്നു കയറിയപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്കൂളിന്റെ ക്യാമ്പസിലേക്ക് കയറുന്നത്. ഒരു ഗ്രാമത്തിലെ ഒരു ചെറിയ സ്കൂളാണെങ്കിലും നല്ലൊരു അന്തരീക്ഷമാണ്. ഇത് കണ്ടോ, നമ്മുടെ ഈ ഇരിക്കുന്ന ഹാൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹാൾ. സാധാരണ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. നല്ല കളിമുറ്റം, തണൽ മരങ്ങൾ, ഇത്രയും നല്ലൊരു അന്തരീക്ഷമുള്ള ഈ ഒരു സ്കൂളിലേക്ക് കഴിവുള്ള അധ്യാപകൻ. 20 കൊല്ലം ഒരു HM ഈ സ്കൂളിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എയ്ഡഡ് സ്കൂളിനെ സംബന്ധിച്ച് അവിടുത്തെ അധ്യാപകരുണ്ടെങ്കിൽ അവർ കൂടി കേൾക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആ അധ്യാപകര് ഒരു എയ്ഡഡ് സ്കൂളിൽ ചേർന്നാൽ അവരുടെ റിട്ടയർമെന്റ് വരെ ശരാശരി 30 മുതൽ 35 വരെയുള്ള വർഷങ്ങൾ ഒരേ വിദ്യാലയത്തിൽ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ഒരു അധ്യാപകൻ നന്നായാൽ 30 തലമുറകളിലെ അല്ലെങ്കിൽ 30 വയസ്സുകൾ വ്യത്യാസത്തിലുള്ള ആ തലമുറകൾക്ക് മുഴുവൻ ആ അധ്യാപകന്റെ ഗുണം കിട്ടും. ഇനി ഒരു അധ്യാപകനെങ്ങാനും അവന്റെ അല്പം മോശമുണ്ടെങ്കിൽ ആ കേട് ആ 30 വയസ്സ് വേരിയേഷനുള്ള എല്ലാ ആളുകൾക്കും അതും അനുഭവിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ അധ്യാപകർ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത്, ഒരു എയ്ഡഡ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് മാറിപ്പോകാൻ സ്ഥലമില്ല.
ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഒരു 1, 2 അല്ലെങ്കിൽ മാക്സിമം 5 വർഷമൊക്കെയാണ് ഒരു സ്കൂളിൽ അധ്യാപകൻ ഉണ്ടാകുക. അപ്പോഴേക്ക് സൗകര്യം നോക്കി പ്രൊമോഷനും വാങ്ങി അവൻ വേറെ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ സ്കൂളിൽ ഈ വിദ്യാർത്ഥികളെ ചേർത്ത് ഈ പഠനവുമായി മുന്നോട്ട് പോകാൻ തയ്യാറായി നിങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇനി നിങ്ങൾ ഒന്ന് നോക്കുക. ഇന്ന് വിദ്യാഭ്യാസത്തിൽ രക്ഷിതാക്കൾക്ക് വലിയ പങ്കാണ്. നമുക്കറിയാം, ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിരുന്ന ആ കാലത്ത് 1ാം ക്ലാസ്സിൽ കൊണ്ട് ചേർത്തി കഴിഞ്ഞാൽ പിന്നെ 10ാം ക്ലാസ്സിൽ TC വാങ്ങിപ്പോരുന്നവരെ ഒരു രക്ഷിതാവും സ്കൂളിലേക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിട്ടില്ല, അല്ലെ? നിങ്ങൾ സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് നിങ്ങളുടെ രക്ഷിതാവ് എത്ര പ്രാവശ്യം സ്കൂളിലേക്ക് വന്നിട്ടുണ്ട്? എപ്പോഴും ഇല്ലല്ല. ഞാൻ പറഞ്ഞു, ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് അന്ന് ഇങ്ങനെ രക്ഷിതാക്കളെ വിളിച്ചു വരുത്തി മീറ്റിംഗ് കൊടുക്കുകയോ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് വേറെ കാര്യങ്ങൾ കൊടുക്കുകയോ ഒന്നുമില്ല. എന്ന് ശരിക്കും ഈ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞത് ഒരു വാഹനം പോലെയാണ്. ആ വാഹനത്തിന്റെ 4 ചക്രങ്ങളും ഒരുപോലെ കറങ്ങിയെങ്കിലേ വിദ്യാഭ്യാസം എന്ന ഈ വാഹനം കൃത്യമായി മുന്നോട്ട് പോവുകയുള്ളൂ. ഇതിൽ 4 ചക്രങ്ങളിലെ 1 വിദ്യാർത്ഥികളാണ്, 2 അധ്യാപകരാണ്, 3 രക്ഷിതാക്കളാണ്, 4 സ്കൂളിന്റെ അതോറിറ്റിയാണ്. ഗവൺമെന്റും സ്കൂളിന്റെ അതോറിറ്റിയും. അപ്പൊ ഒരു വാഹനം, നമ്മളൊരു കാറിൽ യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു ടയർ പഞ്ചറായാൽ ആ കാർ കൃത്യമായി മുന്നോട്ട് പോവോ? ഒരു കാർ 4 ചക്രമുള്ള ഒരു കാറിൽ നമ്മൾ യാത്ര ചെയ്യുന്നു, അതിലൊരു ടയർ പഞ്ചറായിട്ടുണ്ട്, മുന്നോട്ട് പോവോ? ഇല്ല. അപ്പൊ അതിനെന്ത് ചെയ്യണം? ആ പഞ്ചറായ ടയറ് നമ്മൾ മാറ്റേണ്ടി വരും, അല്ലെ? നമ്മൾ പരിശോധിച്ച് നോക്കാം. ഇവിടുത്തെ സർക്കാർ ഗവൺമെന്റ് ആവശ്യമായ പാഠപുസ്തകങ്ങൾ സമയത്തിന് തരുന്നില്ലേ? ഉണ്ട്. കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കാര്യങ്ങൾ ചെയ്യുന്നില്ലേ? വിദ്യാലയത്തിൽ അധ്യാപകരെ നിയമിച്ചു തരുന്നില്ലേ? അധ്യാപകർ ആവശ്യമുള്ള ക്ലാസുകൾ കാര്യങ്ങൾ എടുക്കുന്നില്ലേ? വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമാണ് ബാക്കിയുള്ള 2 ടയറുകൾ. വിദ്യാർത്ഥികൾ അവരുടെ പഠനവുമായി മുന്നോട്ട് പോകുന്നു. രക്ഷിതാക്കൾ നിങ്ങളുടെ ഭാഗം പൂർണ്ണമായിട്ട് നിർണയിക്കുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ? സ്വയം ഒന്ന് ആലോചിക്കാം. മക്കൾക്ക് വേണ്ടുന്ന എല്ലാ പിന്തുണയും നമ്മൾ കൊടുക്കുന്നുണ്ടോ? ആ നിലക്ക് ആലോചിച്ച് നല്ല ഒരു രക്ഷിതാക്കളായി മാറി വിദ്യാഭ്യാസം എന്ന ഈ വാഹനത്തെ അതിന്റെ മുഴുവൻ ലക്ഷ്യത്തിലേക്ക് കൃത്യമായി എത്തിക്കുന്നതിന് വേണ്ടുന്ന ഈ പ്രയത്നത്തിൽ നിങ്ങൾ എല്ലാവരും ഭാഗമാക്കാവുക. ഞാൻ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ 2 മണിക്ക് വന്നവരെന്ന് തോന്നുന്നു, അല്ലെ? ഇത്രയധികം സമയം ഇവിടെ ഇരുന്നാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറെ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു ബോധം എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നാമത് 2 ദിവസമായിട്ട് പരിച്ചെടുക്കുകയായിരുന്നു, ശബ്ദം കൂടി ശരിയായിട്ടില്ല. അപ്പൊ ഏതായാലും നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുന്നു. എല്ലാവർക്കും വലത് കൈയുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉയർത്തിയല്ലോ. ഇനി ഞാൻ പറയുന്ന അതുപോലെ ചെയ്യണം. പറയുന്ന പോലെ ചെയ്യണം. ഏതുപോലെ ചെയ്യുന്നത്? പറയുന്ന പോലെ. വലത് കൈയിലെ ചൂണ്ടുവരെ ചൂണ്ടിപ്പിടിക്കുക. ഇതിനെ നന്നായി ശക്തമായി കറക്കുക. കറക്കിയല്ലോ. കറക്കിയിട്ട് എല്ലാ ആളുകളും ആ വിരല് കൊണ്ട് താടി തൊട്ടാട്ടെ. വിരല് കൊണ്ട് താടി ഒന്നും തൊട്ടല്ലേ? ഈ തൊട്ട് അടുത്തുകൾ തിരിഞ്ഞു നോക്കും. ആ താടി തൊടാൻ പറഞ്ഞിട്ട് ഇവിടെ തൊട്ടത് അല്ലേ? ഇപ്പോൾ താമസം തൊട്ട് കൊടുക്കുന്ന എവിടെയാണ്? കജ്യം മുട്ടിച്ചത് ആദ്യമേ പിന്നെ താടി തൊട്ട് വെച്ചിട്ടുണ്ട്. അത് കണ്ടപ്പോ ചില ആൾക്കാർക്ക് ഇങ്ങോട്ട് കയ്യിൽ ആദ്യം ചെയ്തിട്ടുണ്ട്. കണ്ടപ്പെടാം ആദ്യം എല്ലാരും പോയി തൊട്ടത് എവിടെയാണ്? ഇവിടെ, അല്ലേ? ഇതെന്താ സംഭവിച്ചു? താടി ഇവിടെ എല്ലാവർക്കും അറിയല്ലോ, അറിയും. പിന്നെ എന്തിനാ ഇവിടെ തൊട്ടത്? ഞാൻ തൊട്ടോട് തുടങ്ങാൻ പറഞ്ഞു. ഞാനിവിടെ ചൊറിഞ്ഞതാണ്. ഞാൻ തൊട്ടോട് തുടങ്ങാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടോ? ഇല്ല. ഇതാണ് കോപ്പി അടിച്ചാണ് കുഴപ്പം. കോപ്പി അടിച്ചുള്ള കുഴപ്പമാണത്. അപ്പൊ നിങ്ങളും കോപ്പി അടിക്കരുത്, മക്കളെയും കോപ്പി അടിക്കാൻ പ്രേരിപ്പിക്കരുത്. പറഞ്ഞു മനസ്സിലായല്ലോ? ശരി. അപ്പൊ കോപ്പി അടിച്ചാൽ ഇതുപോലുള്ള കുഴപ്പമുണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം. അപ്പൊ നിങ്ങൾ ഇരുത്തത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഏതായാലും നേരത്തെ ഇവിടെ ആരോ APJ അബ്ദുൽ കലാമിനെ പറഞ്ഞു. APJ അബ്ദുൽ കലാം ഒരു ഉയർന്ന വലിയ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരല്ല. രാമേശ്വരത്തെ ഒരു കടപ്പുറത്തെ ചെറിയ ഒരു മുക്കുവക്കുടിലാണ് അദ്ദേഹം ജനിച്ചത്. പഠിക്കാൻ മിടുക്കനായിരുന്നു. പഠന സമയത്ത് തന്നെ പത്രവിൽപ്പന അദ്ദേഹത്തിന്റെ ഒരു പണിയും കൂടിയായിരുന്നു. പത്രം രാവിലെ വീടുകളിൽ എത്തിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടാണ് സ്കൂളിലേക്ക് വന്ന് പഠിച്ചു പോയത്. ആ APJ അബ്ദുൽ കലാം എങ്ങനെ പ്രശസ്തനായത്? ആ ശാസ്ത്രജ്ഞനായിരുന്നു, അല്ലെ? മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നാ പറയാം, അല്ലെ?
നമുക്ക് മിസൈൽ, എന്തിനാ ഈ മിസൈൽ ഉപയോഗിക്കുന്നത്? മിസൈൽ ഉപയോഗിക്കുന്നതിനാണ് സംരക്ഷണത്തിനാണ്. മിസൈൽ സംരക്ഷണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഉപഗ്രഹ വിക്ഷേപണത്തിന്, പിന്നെ അതിൽ കൂടുതൽ ഉപയോഗിക്കുന്ന അയൽ രാജ്യങ്ങളെ യുദ്ധങ്ങളിൽ ശത്രുക്കളെ സംഹരിക്കാനാണ്, ശത്രുക്കളെ കൊല്ലാനാണ് ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിനാണ് മിസൈൽ ഉപയോഗിക്കുന്നത്, സമാധാനത്തിന് മിസൈൽ ഉപയോഗിക്കുന്നത് ഉണ്ടോ? എന്നാൽ APJ അബ്ദുൽ കലാം സമാധാനത്തിന്റെ വലിയൊരു മിസൈൽ നമുക്ക് തന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു സമാധാനത്തിന്റെ മിസൈലാണ് when there is rightness in your heart, there is harmony in your character. When there is rightness in your heart, there is beautiful in your character. നിങ്ങളുടെ ഹൃദയത്തിൽ നന്മകൾ നിറച്ചു വെച്ചാൽ, നമ്മളൊക്കെ നല്ല മനസ്സുള്ളവരാണ്, നല്ല ചിന്തയുള്ളവരാണ്, അല്ലെങ്കിൽ നല്ല നന്മകൾ നിറഞ്ഞവരാണെങ്കിൽ നമ്മുടെ സ്വഭാവം സുന്ദരമായിരിക്കും, നല്ല സ്വഭാവമായിരിക്കും. സുന്ദരം എന്ന് പറയുന്നത് മുഖത്ത് കാണുന്നതല്ല സൗന്ദര്യം, ഹൃദയത്തിനാണ് സൗന്ദര്യം വേണ്ടത്, മനസ്സിനാണ് സൗന്ദര്യം വേണ്ടത്. അങ്ങനെ മനസ്സുകൾ നല്ല സുന്ദരമായി തീർന്നാൽ, when there is beautiful in your character, there is harmony in home. നമ്മുടെ വീടുകളിൽ സമാധാനം ഉണ്ടാകും. അങ്ങനെ വീടുകളിൽ സമാധാനം ഉണ്ടെങ്കിൽ there is an order in the nation. രാജ്യത്തിന് ഒരു ക്രമം ഉണ്ടാകും. When there is an order in the nation, there is peace in the world. അപ്പോഴാണ് ലോകത്ത് സമാധാനം ഉണ്ടാകുക. അപ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സ് നന്നായാൽ അവൻ സ്വഭാവം സുന്ദരമാകും. സ്വഭാവം സുന്ദരമായാൽ വീട് സൗഹൃദാന്തരീക്ഷമാകും. അവിടെ യാതൊരു കശപിശകളും ഉണ്ടാവില്ല. വീടുകളെല്ലാം സൗഹൃദമായി തീർന്നാൽ നാട്ടില് ഒരു ഓർഡറാണ്, അവിടെ അക്രമങ്ങൾ പിന്നെ ഉണ്ടാവില്ല, ക്രമം മാത്രമേ ഉണ്ടാവുള്ളൂ. നാടുകളിൽ അക്രമങ്ങൾ ഇല്ലാതായി തീർന്നാൽ ലോകത്ത് സമാധാനം ഉണ്ടാകും. ഇതാണ് വേൾഡ് ഫേമസ് കൊട്ടേഷനാണ് APJ അബ്ദുൽ കലാമിന്റെ. അപ്പൊ ഈ ലോകത്ത് സമാധാനം ഉണ്ടാവണമെങ്കിൽ നന്നാവേണ്ടതാണ് നമ്മുടെ മനസ്സാണ്. ഒരാൾ തന്റെ 20ാമത്തെ വയസ്സിൽ നാട് നന്നാക്കാൻ വേണ്ടി, ലോകം നന്നാക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവൻ നാട് നീളം നടന്ന് ഈ എവിടെയാണ് ഈ കുഴപ്പം എന്ന് കണ്ടെത്താൻ വേണ്ടി ഇങ്ങനെ നടന്ന് 30ാമത്തെ വയസ്സെത്തിയപ്പോൾ മനസ്സിലായി, ലോകത്തിനല്ല കുഴപ്പം, എന്റെ നാടിനാണ് കുഴപ്പം. അങ്ങനെ അവൻ അവന്റെ രാജ്യം നന്നാക്കാൻ വേണ്ടി അടുത്ത 10 വർഷങ്ങൾ ഇങ്ങനെ നടന്നു നീങ്ങിയപ്പോഴാണ് അവന് മനസ്സിലായത്, എന്റെ രാജ്യത്തിനല്ല കുഴപ്പം, എന്റെ സംസ്ഥാനത്തിനാണ് കുഴപ്പം. വീണ്ടും 10 വർഷം അവൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി. അപ്പൊ അവന് മനസ്സിലായി, അല്ല, അവന്റെ ഗ്രാമത്തിനാണ് കുഴപ്പം. ഗ്രാമം നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചു വന്നപ്പോ അവന് മനസ്സിലായി, കുഴപ്പം ഗ്രാമത്തിനുമല്ല, എന്റെ വീട്ടിലാണ് കുഴപ്പം. അത് തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്കും അവൻ ഏകദേശം 19 വയസ്സായി. ആ 60 വയസ്സ് കഴിഞ്ഞ് അവന്റെ വീട് നന്നാക്കാൻ ശ്രമിച്ചു വരുമ്പോഴാണ് വീട്ടിലെ കുഴപ്പക്കാരൻ ഞാൻ മാത്രമാണ്, വേറെ ആരുമല്ല കുഴപ്പക്കാരൻ, കുഴപ്പം എന്റേത് മാത്രമാണ്. ഇത് തിരിച്ചറിഞ്ഞു വന്നപ്പോഴേക്ക് അവന്റെ വയസ്സ് കഴിഞ്ഞ് ജീവിതം അവസാനമായി കൊടുത്തു. അപ്പൊ നമ്മൾ കുഴപ്പമുണ്ടോ ഇല്ലേ എന്ന് തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ കുഴപ്പം മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട് ഉഷാറാക്കി കൊണ്ടുപോകാം. വീട് നന്നായാൽ കുടുംബം നന്നായി, കുടുംബം നന്നായാൽ മക്കൾ നന്നായി, മക്കൾ നന്നായാൽ സമൂഹം നന്നായി, സമൂഹം നന്നായാൽ ലോകം നന്നായി, ലോകം നന്നായാൽ സമാധാനം ഉണ്ടായി. അപ്പോൾ ഈ ലോകത്ത് സമാധാനം ഉണ്ടാകുന്നതിനുള്ള തുടക്കം നമ്മുടെ വീടുകളിൽ നിന്നാവട്ടെ. അതിൽ നാം ഓരോരുത്തരും സ്വയം നന്നായി മുന്നോട്ട് പോകാനുള്ള ഒരു പരിശ്രമവുമായി മുന്നോട്ട് പോയാൽ നമുക്ക് ജീവിതം വിജയിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ രൂപത്തില് മക്കളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോഴും ഓർമ്മ വരുന്നത് ചെറിയൊരു കഥ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുമാരുടെ ഒരു 10 വയസ്സുകാരൻ വളരുന്ന ഒരു വീട്ടിലെ പറമ്പിലെ ഒരു മരത്തിന്റെ കൊമ്പിൽ ഒരു പക്ഷിക്കൂട് അവൻ കണ്ടു. അവൻ ആ മരത്തിൽ പിടിച്ചു കയറി മുകളിലെത്തി നോക്കുമ്പോൾ കൂട്ടിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ അവൻ യാതൊരു കോറിലും വെക്കാതെ താഴേക്ക് കൊണ്ടുവന്നു നോക്കുമ്പോൾ തന്റെ വീട്ടിലെ ഒരു കോഴി, ആ കോഴിക്ക് 5-8 കുഞ്ഞുങ്ങളുണ്ട്. ഇവൻ ഈ കുഞ്ഞിനെയും ആ കുഞ്ഞുങ്ങളുടെ കൂടെ വെച്ചു. ഈ കോഴിയമ്മ ഈ കുഞ്ഞിനെയും കൂടെ വളർത്തി മുന്നോട്ട് പോവുക. ഈ വളർത്തി മുന്നോട്ട് പോയി കുറച്ച് വളർന്നു വന്നപ്പോ മനസ്സിലായി, ഈ വളർന്നു വന്ന പക്ഷിക്കുഞ്ഞ് അതൊരു പരുന്തിന്റെ കുഞ്ഞാണ്. പരുന്തിന്റെ കുഞ്ഞാണ്. പരുന്തിൻ കുഞ്ഞിനെ വളർത്തുന്നതാരാണ്? കോഴിയമ്മ. കോഴിയമ്മ തന്റെ കുഞ്ഞുങ്ങളുടെ കൂടെ പരുന്തിൻ കുഞ്ഞിനെയും വളർത്തിക്കൊണ്ടുവന്നു.
കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വലുതായി കോഴികളായി, പരുന്തിൻ കുഞ്ഞു വലുതായി പരുന്തുമായി. അപ്പോഴും ഈ പരുന്ത് നടക്കുന്നതും ചാടിക്കയറുന്നതും പറക്കുന്നതും ഒക്കെ ഈ കോഴികളെ പോലെ തന്നെയാണ്. അതിനപ്പുറത്തേക്കുള്ള ഒരു കഴിവ് അതിന് തിരിച്ചറിഞ്ഞിട്ടില്ല. അന്ന് ആകാശത്ത് ഒരു പരുന്ത് ഇങ്ങനെ വട്ടമിട്ട് പറന്നപ്പോൾ ഈ പരുന്ത് തന്റെ കൂടെയുള്ള കോഴികളോട് പറഞ്ഞ്, അതുപോലെ എനിക്കും ഒന്ന് പറക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേ. ഇത് പറഞ്ഞതാരാ? പരുന്ത. ഈ പരുന്തിന് അതുപോലെ പറക്കാൻ കഴിയില്ലേ? കഴിയില്ലേ? കഴിയും. പക്ഷെ ആ കഴിവ് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇതുപോലെയാണ് നമ്മളും നമ്മുടെ മക്കളും നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നമ്മളെ അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ കഴിവിനനുസരിച്ച് അവർക്ക് മുന്നോട്ട് പോകാം. ഈ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും രണ്ട് കാലുകളുണ്ടല്ലോ, ഉണ്ട്. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചതാണല്ലോ, അല്ലെ? ഉറക്കെ പറയും, പഠിച്ചതാണ്. ആ പഠിച്ച കാലത്ത് സ്കൂളിൽ സ്പോർട്സ് മത്സരം നടന്നിരുന്നു, ഇല്ലേ? 100 മീറ്റർ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ആൾക്കാരൊന്നും കൈവയ്ക്കാട്ടെ. ഇത്ര ആൾക്കാർ പങ്കെടുത്തിട്ടുണ്ട്, സന്തോഷം, അല്ലെ? ബാക്കിയുള്ളവരുടെ കാലിലുണ്ട്, ബാക്കിയുള്ളവർ കാലിലുണ്ട്, ഓടാൻ കഴിയുണ്ട്. അല്ല, പിന്നെന്താണ്? അഥവാ രൂപത്തില് സാധാരണ ഭാഷയിൽ പറയുകയാണ് മനസ്സിന് 3 അവസ്ഥ. അതൊന്ന് ബോധ മനസ്സ്, രണ്ടാമത്തത് അബോധ മനസ്സ്, മൂന്നാമത്തത് ഉപബോധ മനസ്സ്. ബോധ മനസ്സ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്ന അവസ്ഥ, പറയുന്നത് നാം കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു, എല്ലാം ചെയ്യുന്നു. നിങ്ങൾ എന്നെ കാണുന്നത്, ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾ പറഞ്ഞാൽ ഞാനും കേൾക്കും. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ 2 കൂട്ടരും അറിയുന്നുണ്ട്. നമ്മൾ ബോധത്തോടു കൂടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് ബോധ മനസ്സ്. അബോധ മനസ്സിനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയും നമ്മൾ ഉറങ്ങുമ്പോഴുള്ള അവസ്ഥ. നമ്മൾ ഉറങ്ങുമ്പോൾ ഉള്ള അവസ്ഥ, അല്ലേ? അവിടെ നടക്കുന്ന വല്ല കാര്യം നമ്മൾ അറിയുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? കാണുന്നുണ്ടോ? ഇല്ല. ഇതെല്ലാത്തൊരു മനസ്സുകൂടെ നമുക്കുണ്ട്. ആ മനസ്സ് നമ്മുടെ ഉപബോധ മനസ്സാണ്. നിങ്ങളൊക്കെ ഇപ്പോൾ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നാണോ? ആണോ? ഒക്കെ പറയും ആണ്. എന്നാൽ നിങ്ങളൊന്ന് കണ്ണടച്ചിരിക്കും. ഒന്ന് കണ്ണടച്ചിരുന്നോളൂ. കണ്ണടച്ചിരുന്നു. നിങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് പോയട്ടെ. നിങ്ങളുടെ വീട്ടിലേക്ക് പോവുക. വീടിന്റെ ഗേറ്റിലെത്തി, മുറ്റത്തേക്ക് കയറി, അവിടെ കോളിംഗ് ബെല്ലടിക്കുക. വീട്ടിൽ നിന്ന് ഉള്ള ആള്, ആങ്ങളെയോ ആങ്ങളുടെ ഭാര്യയോ ഉമ്മയോ വേറെ അനിയത്തിയോ ആരാ ഉള്ളത് വെച്ചാൽ അവർ വന്ന് വാതിൽ തുറന്നു വരുന്നു. നമ്മൾ ആ വീട്ടിലേക്ക് കയറുന്നു. വീടിന്റെ ഓരോ അവസ്ഥയും നമ്മൾ കാണുന്നു, അല്ലേ? ഒക്കെ ഇവിടെ കണ്ടുള്ളൂ. പോയോ? സ്വന്തം വീട്ടിലേക്ക് പോയോ? ഈ പറഞ്ഞയക്കുന്ന മനസ്സ്, ഇതാണ് നമ്മുടെ ഉപബോധ മനസ്സ്. ഈ മനസ്സ് നമ്മൾ ഒരിക്കലും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ സിനിമയുടെ സ്ക്രീനിൽ നിന്ന് പുറത്തേക്ക് പോകൂല. പോവോ? ഇല്ലല്ലോ. ഒരു ചിന്തയും നമുക്ക് വേറെ വരുന്നില്ല. എന്നാൽ ഒരു ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴോ ആ മനസ്സ് മാത്രം ഉണ്ടാവില്ല, ബാക്കി കൂടെ ഉണ്ടോ? ആണോ? അല്ലേ? ഇതാണ് നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളുടെ അവസ്ഥ. അതുകൊണ്ടാണ് പിന്നീട് ഓർമ്മയിലേക്ക് ആ സാധനം തിരിച്ചു കിട്ടാത്തത്. ഈ ഉപബോധ മനസ്സിലേക്ക് കയറുന്ന മെമ്മറിയാണ് പിന്നീട് നമുക്ക് റീകോൾ ചെയ്തെടുക്കാൻ പറ്റുക, പിന്നീട് ഓർമ്മിച്ചെടുക്കാൻ പറ്റുക. അപ്പൊ ഓർമ്മിച്ചെടുക്കണമെങ്കിൽ നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യണം? അതാണ് സിനിമ ഗാനം നമ്മൾ അവിടെ കൊണ്ട് സ്റ്റോർ ചെയ്തുകൊണ്ടാണ് എത്ര കാലം കഴിഞ്ഞാലും ഇപ്പോഴും നമുക്ക് കിട്ടുന്നത്, ഇല്ലേ? കായലരികത്ത് വലയെറിഞ്ഞപ്പോഴൊക്കെ എത്ര കാലം മുമ്പ് പാടിയതാ, അല്ലേ? എപ്പോഴും കിട്ടും. എന്നാൽ ഇന്നലെ കേട്ടൊരു വയറിലെ കാര്യമോ അതുണ്ടാവില്ല. അതാണ് അതിന്റെ വ്യത്യാസം. അപ്പം കുട്ടികളെ മനസ്സ് നിയന്ത്രിച്ച് ശരിയായ രീതിയിൽ പഠിച്ച്, സാറ് പറഞ്ഞ പോലെ റിസർവാട്ടിന്റെ മുമ്പിൽ നിൽക്കുന്നല്ല, അവിടെ പോയി നിന്ന് പരിചയം നിൽക്കുന്നുണ്ടാവില്ല. പക്ഷെ ഇതൊക്കെ പരിചയം ഉണ്ടാവില്ല, കാര്യങ്ങളുള്ളിലായിരിക്കും. ഒമിക്രോണൊന്നും കൂടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം.